ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്തൊക്കെയുണ്ട്? അതിന്റെ മുന്നേ ഫസ്റ്റ് പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. എനിക്ക് ഫാമിദ മാമിനെ ഇന്നെയും മാത്രമേ വീഡിയോ മോഡിൽ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ യാത്രയിലും മറ്റു തിരക്കിലൊന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരണേ. അങ്ങനെ കുറെ പുതിയ ഗുഡ് ഈവനിങ് ബുഷ്ര മാം, താങ്ക് യു. കുറെ പുതിയ ജാഹിദ മാം വന്നിട്ടുണ്ട്, താങ്ക് യു. കുറെ പുതിയ പേരുകൾ കാണുന്നുണ്ട്, സ്ഥിരമായിട്ട് കാണുന്ന ആളുകളെയും കാണുന്നുണ്ട്. എന്തായാലും എല്ലാവരും നമ്മൾ വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് യുണീക് ടോക്കിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മൾ 95ാമത്തെ യുണീക് ടോക്കാണ് ഇന്ന്. 95 ശനിയാഴ്ചകളായി നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ വിഷയങ്ങളെടുത്ത് സംസാരിക്കാറുണ്ട്. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള നമ്മളെ യുണീക് ടോക്കിൽ അധികം ചർച്ച ചെയ്യാത്തൊരു ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബുസ്ര മാം വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്, താങ്ക് യു. വേറെ പറ്റുന്നവരൊക്കെ വരും കേട്ടോ. ക്ലാസ് എടുക്കും നമ്മൾ എന്തായാലും ഈ ഒരു സമയം മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ഫോണൊക്കെ മാറ്റി വെച്ച് വേറെ യൂട്യൂബൊക്കെ മാറ്റി വെച്ച് ക്ലാസ് കയറിയിരിക്കല്ലേ. അപ്പൊ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ മോഡിലൊക്കെ വന്നിരിക്കാൻ വേണ്ടി പറയുന്നത്. നമ്മളെ സൈഡിൽ നിന്ന് ഒരു 100% എഫേർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താന്. അപ്പോൾ നേരത്തെ കുറെ പുതിയ പേരുള്ളത് കൊണ്ടാണ് ജസ്റ്റ് രണ്ട് ബുഷ്ര മാമോര് വന്നിട്ടുണ്ട്, താങ്ക് യു. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആരെങ്കിലൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? പാരന്റിങ്ങിന്റെ ടോപ്പിക്കാണ് കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ. പാരന്റിങ്ങിനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന എന്നാലും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താനുള്ള ആണ്. ടോപ്പിക് തന്നെ പാരന്റിങ്ങിൽ ചെറിയ വലിയ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇതിലിരിക്കുന്ന അധികം ആൾക്കാർ ഉമ്മമാരായിരിക്കും, മക്കളൊക്കെ വലുതാക്കി പേരക്കുട്ടികളുള്ളവരുണ്ടായിരിക്കും, അവർക്ക് കുട്ടികളായവർക്ക് മേ ബി ഉണ്ടാവായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയുന്ന കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാനും പിന്നെ നിങ്ങളിതിൽ നിന്ന് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കാനും കൂടെ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ക്ലാസ് എടുക്കുന്നുള്ളത്. നമ്മൾ ടോപ്പിക് എടുക്കുന്നത് ഇന്ന് ഫാമിദ മാം ആണ്. നമ്മളെ തന്നെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആണ് ഫാമിദ മാം. മാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആളൊരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് പാരന്റിങ് കോച്ചാണ്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള മക്കൾ ഉണ്ടാവുമല്ലോ, ഭിന്നമായിട്ടുള്ള കഴിവുകൾ ഉള്ള മക്കൾ, അങ്ങനത്തെ ഒരു കുട്ടീൻ്റെ ഉമ്മയും കൂടെയാണ് മാം. ആ ഒരു എന്താ പറയുക, അങ്ങനത്തെ രക്ഷിതാക്കളൊന്നും കൂടെ എംപവർ ചെയ്ത് വരണം, അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്ക് ഏറ്റവും നല്ല എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിൽ എന്താ പറയുക ഒരു ട്രെയിനറായി മാറിയിട്ടുള്ള ഒരാളാണ് ഫാമിദ മാം. മാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ എന്താ പറയുക എല്ലാ സമയത്തും ഗ്രൂപ്പിലോ കാര്യങ്ങളിലായാലും എല്ലാം ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. ഇതിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ റെഡി, അതിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ റെഡി, ആ ഒരു രീതിക്കുള്ള ക്യാരക്ടർ ഉണ്ടോ മാഷാഅല്ലാഹ്. ആള് ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടായിരിക്കും ഫുള്ള് എനർജിയിൽ ഫുള്ള് സെറ്റ് ആക്കിയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും റെഡിയാണ് ചെയ്യാൻ, ഓക്കെയാണ്. ആ ഒരു എനർജി തന്നെയാണ് മാഷാഅല്ലാഹ് ആള് ലൈഫിൽ ഇതുവരെ കടന്നു വന്നിട്ടില്ല. കുറെ ചലഞ്ചസ് കുറെ സാക്രിഫൈസ് ഒക്കെ ചെയ്ത് ആളെന്ന് എത്തി നിൽക്കുന്നത് ആളെ വിൽ പവർ കൊണ്ടാണ്. നമ്മൾ ടീം തമ്മിൽ പറയുന്ന ഒരു കാര്യമാണത്. പലപ്പോഴും വീണ് പോവേണ്ടിയിരുന്ന അല്ലെങ്കിൽ അതെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നതും ഞാനത് ചെയ്യും, എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാൻ എവിടെയും ഒതുങ്ങി പോകേണ്ടവളല്ല എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ചെറിയ രീതിക്ക് വായനാശീലം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഏകദേശം 500 പുസ്തകമൊക്കെ വായിച്ച് പുസ്തകമൊക്കെ സ്വന്തമാക്കി അതിലും ജീവിക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് മനസ്സിലാവുണ്ടായിരിക്കും. എന്തായാലും ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, യാത്രയിലും മറ്റു തിരക്കിലൊന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഇതിന്റെ മുന്നേ നമ്മൾ യൂണിക് ടോക്കിൽ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു 3 കാര്യങ്ങൾ പറയാറുണ്ട്. ഇവിടെ ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. യൂണിക് ടോക്കിൽ നല്ല എവിടെ പോകുന്ന സമയത്തും നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ ഈ ആളെ എന്തായിരിക്കും പറയാൻ പോകുന്നുണ്ടാവുക, അതെങ്ങനെയായിരിക്കും, എനിക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ ഇവള് ഞാൻ എന്താ പറയണേ, ഇവളെ എന്തൊക്കെ കാര്യങ്ങൾ പറയും, അവളെ ഭാഷ ഏതാണ്, അല്ലെങ്കിൽ ഓക്ക് ഇത് പറയാൻ യോഗ്യത ഉണ്ടോ, അങ്ങനത്തെ ആളെ എന്താ പറയാ ഇങ്ങനെ നമ്മളിങ്ങനെ വിലയിരുത്തൂലേ, ആ ഒരു രീതിക്ക് അല്ലാണ്ട് ഒന്ന് സിമ്പിളായിട്ട് ആൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ അതിന് എന്തെങ്കിലും എടുക്കാനുണ്ടോ, ആ ഒരു രീതിക്ക് നമ്മൾ സിമ്പിളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയും നിറഞ്ഞ കപ്പ, നമുക്ക് നിറഞ്ഞ കപ്പിലേക്ക് ഒന്നും ഒഴിക്കാൻ പറ്റൂലല്ലോ, പുറത്തേക്ക് പോവല്ലേ ചെയ്യുക. അതിന് പകരം ആളെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുക. സിമ്പിളായിട്ട് ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ടിരിക്കുക. വേറെ ആരുടെയും കുറ്റങ്ങളും കുറവുകളും ഒക്കെ നോക്കാണ്ടല്ല, സിമ്പിളായിട്ടിരിക്കുക. വീണ്ടും പറയും നമുക്കൊക്കെ അറിയുന്നതാണ് പാരന്റിങ്, നിങ്ങളൊക്കെ മക്കളെ വളർത്തിയിട്ടില്ല, മക്കളെ വളർത്തുന്നതായിരിക്കും. പക്ഷെ എന്നാലും നമുക്കൊരു ചെറിയ പുതിയ കാര്യം പഠിക്കാനുണ്ടായിരിക്കും. ഇതിന്റെ മുന്നേ അഫ്സൽ സാർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, സാർ ഇന്നില്ല വേറെ യാത്രയിലായതുകൊണ്ടാണ് സാർ കയറാനുണ്ടായിരുന്നത്. അപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളവരൊക്കെ നിങ്ങൾ ഡിസ്ട്രിക്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാവോ, എവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്. ഓക്കെ, സൂം യൂസർ ലക്ഷദ്വീപ്, സുഫീന മാം ഇടുക്കി, അബുദാബി, തസ്നിയ മാം തൃശ്ശൂർ, ബുഷ്ര മാം തൃശ്ശൂർ, ഹാരിസ്ക അബുദാബി, ട്രിവാൻഡ്രം, ഷീബ മാം മലപ്പുറം, ഫൈസ മാം മലപ്പുറം, ഫബി മാം മലപ്പുറം, നിയാസ്ക കണ്ണൂർ, പാലക് ബുഷ്ര പാലക്കാട്, ഐഫോൺ കാലിക്കറ്റ്, ഓപ്പോ മലപ്പുറം, ഹുസ്ന മാം തലശ്ശേരി, മറിയ മാം കൊച്ചി. എന്തായാലും സന്തോഷം, കുറച്ച് ആൾക്കാരൊക്കെ റെസ്പോണ്ടിങ്. സൈഹാൻ മാം കാലിക്കറ്റ്,
സീനത്ത് മാം വയനാട്, നുസ്രീൻ മാം മലപ്പുറം, റിയ മാം കൊച്ചി തലശ്ശേരി, ഐഷ മാം കോഴിക്കോട്. ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുറച്ചൊക്കെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഭൂരിഭാഗം മലപ്പുറം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ മലപ്പുറത്തേര് തന്നെയാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞിരിക്കുന്നില്ല. നേരിട്ട് സെഷനിലേക്ക് കിടക്കാം. വിത്ത് ഹോൾ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. ഫാമിദ മാമിനെ നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. എന്തൊക്കെയോ ഇവിടുന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അത് പ്രതീക്ഷ നമുക്കും നിങ്ങൾക്കും പൂർണ്ണമാക്കാൻ പറ്റട്ടെ. ഇപ്പോൾ സിമ്പിളായിട്ട് ആൾ പറയുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്യാനുള്ള ഒരു മോഡൽ ഇരിക്കുക. വിത്ത് ഹോൾ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. വെൽക്കം ഫാമിദ മാം. ഓക്കെ, താങ്ക് യു. ഞാനിങ്ങനെ ആലോചിക്കുകയാണേ, മിസ് എന്തൊക്കെയാ പറയുന്നത്, ഞാൻ ഇത്രയും വലിയ സംഭവമാണോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ശരിക്കും ഞാനിങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയി ഇങ്ങനെ ഇരിക്കാം. അയ്യോ മിസ് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, സത്യാണോ സത്യാണോ എന്നിങ്ങനെ പിന്നെയും പിന്നെയും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആലോചിക്കുന്നില്ലേ, ആ ആലോചനയിലാണ് ഇപ്പോഴും കേട്ടോ. താങ്ക് യു മിസ്, ഞാൻ ഇത്രയും പൊക്കി പറഞ്ഞതിന്. ഞാൻ കാണുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. പിന്നെ ഞാന് എല്ലാരും മിസ് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ യുണീക്ക് എക്സിലെ ട്രെയിനറായി ഇറങ്ങിയതാണ്. ഞാൻ ഡിഫറെന്റ്ലി ഏബിൾഡ് പാരന്റിങ് കോച്ചാണ്. അതായത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സിന് ക്ലാസ് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ്സിൽ പഠിച്ചിറങ്ങിയത്. അപ്പം ഞാൻ മിസ്സിനെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ഞാന് ആ കുട്ടീനെ പറ്റി പറഞ്ഞു തുടങ്ങിയിട്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും പാരന്റിങ് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങണോ അതോ അല്ലാതെ നോർമൽ ആയിട്ടുള്ള പാരന്റ്സിനെ പറ്റി തുടങ്ങണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ രണ്ടും കൂടി ആക്കി പറയാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ സമയത്തൊന്ന് പറയണേ, എനിക്ക് അതിലും ബെറ്റർ ആക്കാമല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അഫ്സൽ സാറ് എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു യാത്രയിലാണ്, കയറാൻ പറ്റൂലെന്ന്. എന്നാലും സാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് അത്യാവശ്യം ഇതിലുള്ള എല്ലാവരും പാരന്റ്സ് ആയിരിക്കും എന്ന് തോന്നുന്നു അല്ലെ? പാരന്റ്സ് ആയിട്ടുള്ള ആൾക്ക് അല്ല, പാരന്റ്സ് ആണെന്നുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഒരു ആണെന്നോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ? എനിക്ക് കമന്റ് കാണുന്നില്ല. അപ്പോ പാരന്റ്സ് അല്ലാത്ത ആൾക്കാർക്കും ഈ സിബ്ലിങ്സ് ഒക്കെ ആണെങ്കിലും കമന്റ് ചെയ്യട്ടോ. ശരിക്കും സിബ്ലിങ്സും പാരന്റ്സ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയും കമന്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എല്ലാരും പാരന്റ്സ് ആട്ടെ, നല്ല കാര്യമാണ്. ഓക്കെ, നമ്മളൊക്കെ എന്താ ഈ പാരന്റിങ് എന്ന് പറയുമ്പോൾ വലിയ എന്തോ സംഭവമായിട്ട് ഇപ്പോഴത്തെ കാലത്തെ ജനറേഷന് വലിയ എന്തോ സംഭവമായിട്ട് ഞാനാണ് പാരന്റിങ്ങിനെ നോക്കി കാണുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മള് പാരന്റിങ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്, വലിയ എന്തോ ആണ്, കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളാണ്, കുട്ടികളെ നോക്കി നടത്താൻ പാടാണ് എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ പാരന്റ്സ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് കുട്ടികൾ വലിയൊരു തലവേദനയായിട്ടാണ് പല പാരന്റ്സും കണ്ടിട്ടുണ്ടാവുക. പക്ഷെങ്കില് ശരിക്കും കുട്ടികൾ തന്നെയാണോ വലിയ ഒരു തലവേദനയായിട്ടുള്ളത്, അതോ പാരന്റ്സ് ആണോ തലവേദനയായിട്ടുണ്ടാവുക? അതായത് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും കുട്ടികൾ ചെയ്യുന്നത് ഒക്കെ തെറ്റാണ്, കുട്ടികളെ വളർത്തുന്നത് തെറ്റാണ്, കുട്ടികളെ വളർന്നു വരുന്ന രീതി തെറ്റാണ്. അതേപോലെ കുട്ടികളെ എന്താ പറയാ, അവര് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, നമ്മൾ പറയുന്ന അനുസരിക്കുന്നില്ല, നമ്മൾ പറയുന്ന വഴിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കുറെ കുറ്റപ്പെടുത്തുന്ന പാരന്റ്സ് ഉണ്ട്. ഞാൻ അടക്കമുള്ള പാരന്റ്സ് പലരും ഓരോ കാര്യത്തിനും കുട്ടികളെ ഇങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, അത് നോകളായിരിക്കും അല്ലെ കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ടാവുക. യെസുകളെക്കാട്ട് കൂടുതൽ നമ്മൾ നോകളല്ലേ കുട്ടികൾക്ക് കൊടുക്കാം. എല്ലാരും എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻസ് എങ്കിലും ഇടിട്ടോ. ഞാൻ പറയുന്നത് സത്യമാണോ എന്നെങ്കിലും അറിയാലോ. ക്യാമറയിൽ വരാത്തത് ആൾക്കാരുടെ കംഫർട്ട് ആയിട്ടായിരിക്കും ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവുക. ക്യാമറയിൽ വരാത്തതായിരിക്കും നല്ലത് എന്ന്. പക്ഷെങ്കില് ആൾക്കാരുടെ ഫീലിങ്സ് അറിയണമെങ്കിൽ നമുക്ക് ക്യാമറയിലൂടെ കണ്ട് തന്നെ മനസ്സിലാക്കണം. പിന്നെ ആൾക്കാർ ക്യാമറ ഓൺ ആക്കാത്തത് കൊണ്ട് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കാരണം അവരുടെ കംഫർട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നതും നല്ലതാണ്, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. ഞാൻ എന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്നിതാ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ വന്നിരിക്കാൻ പറ്റുന്നത് തന്നെ. കാരണം വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഉണ്ടായിന്. ആ കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ലൈഫിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെങ്കില് എന്റെ സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്നിലേക്കും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം എന്താ, ഈ കുട്ടീനെ നോക്കേണ്ടതുകൊണ്ട്. പക്ഷെങ്കില് ഇപ്പൊ കുട്ടിക്ക് 9 വയസ്സായി. സ്റ്റിൽ ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്യൽ തുടങ്ങി. അൽഹംദുലില്ലാ, ആളുടെ രീതിയിൽ എല്ലാം കൊണ്ടും ബെറ്റർ ആയി തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ട്രെയിനർ ആയതും എനിക്ക് മുന്നോട്ടേക്ക് പോവാന്ന് തോന്നിയതും. ഈ ടൈം എല്ലാത്തിനും അതിൻ്റെതായ ടൈം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഈ ടൈമിന്റെ പറഞ്ഞപ്പോ തന്നെ ചോദിക്കട്ടെ,
നമ്മള് പാരന്റ്സിന്റെയും കുട്ടികളുടെയും ഇടയിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ? എനിക്ക് കമന്റ് ബോക്സ് കാണുന്നില്ല. ആരും കമന്റ് ചെയ്യുന്നില്ല. എന്താ പറയാ, നമുക്ക് പാരന്റ്സിന് ഏറ്റവും കൂടുതൽ ഇല്ലാത്തതും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ടൈമാണ്. ഓക്കെ, അതെ, അതൊരു കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മൾക്ക് പാരന്റ്സിന് കൂടുതലുള്ളതും കുട്ടികൾക്ക് അല്ല, പാരന്റ്സിന് ഏറ്റവും കുറവുള്ളതും കുട്ടികൾക്ക് ഏറ്റവും കൂടുതലുള്ളതും നമ്മളെ ടൈമാണ്. കുട്ടികൾക്ക് ഏത് ടൈമും ഫ്രീ ആയിരിക്കും, അവര് അവൈലബിൾ ആയിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ അവൈലബിൾ ആവാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. അതായത് ഓക്കെ, നമുക്ക് അവൈലബിൾ ആവാനുള്ള ടൈമിൽ പോലും നമ്മൾ മറ്റെന്തെങ്കിലും തിരക്കുകളിൽ പെട്ടോ, അല്ലെങ്കിൽ ഫോണായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടോ ഓരോരോ കാര്യങ്ങളിൽ ഇങ്ങനെ, എന്താ പറയാ, കുട്ടികളെ നോക്കാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഡിസ്ട്രാക്ട് ആയി പോവാറാണ് പതിവ്. നമ്മൾ 24 മണിക്കൂർ കുട്ടികൾക്കും നമ്മൾക്കും ഒരേപോലെ കിട്ടുന്നുണ്ട് അല്ലെ? 24 മണിക്കൂർ നമ്മളെ റബ്ബ് നമുക്കും കുട്ടികൾക്കും ലോകത്തുള്ള എല്ലാവർക്കും 24 മണിക്കൂർ പഠിച്ചവൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ കുട്ടികളൊപ്പം ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ എങ്ങനെ, നമുക്ക് സമയമല്ല, നമുക്ക് ഇരിക്കാൻ നേരമല്ല, നമുക്ക് അവരുടെ ഒപ്പം എനിക്ക് സമയമല്ലായിരുന്നു എന്റെ കുട്ടിയുടെ. ഇന്ന് ഒരു 10 മിനിറ്റ് എങ്കിലും കുട്ടികളൊപ്പം കളിച്ച ആരെങ്കിലും ഒന്നുണ്ടോ? ഒരു 10 മിനിറ്റ് എങ്കിലും കുട്ടികളൊപ്പം അവർക്ക് ഫുഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടോ, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലാതെ പ്ലേ ടൈം ആയിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും അങ്ങനെ ഇരുന്ന ആരെങ്കിലും ഉണ്ടോ? സംസാരിക്കാനോ, മോനെ എന്റെ പ്രശ്നങ്ങൾ, അല്ലെ മോളെ എന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കാനോ ഇരുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒരു കമന്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും ആക്റ്റീവ് ആണല്ലോ എന്നറിയുമ്പോൾ. അപ്പൊ ഈ 24 മണിക്കൂറിൽ നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് ഒരു 15 മിനിറ്റ്സോ അല്ലെ 20 മിനിറ്റ്സോ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് അവരുടെ ലൈഫിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ടൈമാണ് അല്ലെ? നമുക്ക് അവർക്ക് ടൈം കൊടുക്കുന്നതിലൂടെ അവരിലും ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം അവരിലും ഉണ്ടാവും, അവര് നമുക്കും പ്രയോറിറ്റി എന്ന് പറഞ്ഞ സംഭവം തരും. അല്ലാതെ നമ്മൾ ഈ ടൈമില്ല, അല്ലെങ്കിൽ നീ അങ്ങോട്ട് മാറിക്ക്, ഞാൻ എന്റെ വർക്ക് ചെയ്യട്ടെ, ഞാൻ അല്ലെ അടിച്ചു വാരട്ടെ, ഫുഡ് വെക്കട്ടെ, തിരുമ്പട്ടെ, അലക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് നമ്മളെ കുട്ടികളും ഭാവിയിൽ അങ്ങനെ പറയൂട്ടോ, നമ്മൾ അത് ചെയ്യട്ടെ 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 എന്ന് പറഞ്ഞേന്ന്. പക്ഷെങ്കില് നമ്മൾ ഒരു 15 മിനിറ്റ് ദിവസം ഒരു 15 മിനിറ്റ് എങ്കിലും ആ കുട്ടിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ അവർക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവർക്കത് മനസ്സിലാവും, അന്ന സമയത്ത് എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് എൻ്റെ ഉമ്മ എനിക്ക്, അല്ലെ എൻ്റെ ഉപ്പ എനിക്ക്, എൻ്റെ പാരന്റ്സ് എനിക്ക് അത് സോൾവ് ചെയ്ത് തന്നല്ലോ എന്ന് എല്ലാ കുട്ടികൾക്കും തോന്നിത്തുടങ്ങണം എന്നുള്ളതാണ്. അതായത് ഈ 24 മണിക്കൂറിൽ ഒരു 15 മിനിറ്റ്, നമ്മൾ പറയാം അരമണിക്കൂർ മതി 5 വക്ത് നിസ്കരിക്കാൻ. ഓരോ വക്തിലും 5 മിനിറ്റ് 5 മിനിറ്റ് നിൽക്കുവാണെങ്കിൽ അരമണിക്കൂർ മതിയാവും നമുക്ക് നിസ്കരിക്കാൻ. അതുപോലെ അരമണിക്കൂർ നമ്മൾ ഓതാനും കാര്യത്തിലും വായിക്കാനും എല്ലാത്തിലും എടുത്താലും ഒരു 2 hours ഒക്കെ നമുക്ക് എടുക്കാം. അതിലും കൂടുതൽ അതിലൊക്കെ ഞാൻ ചോദിക്കുന്നത് എന്താ, ഒരു 15 മിനിറ്റ് നമ്മളെ കുട്ടികളുടെ ഇപ്പുറം ഇരുന്നാല് അത് ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കാനോ അല്ലാതെ അവരെ കുളിപ്പിക്കാനോ അവരെ വസ്ത്രം ഇതാക്കാനോ ഒന്നുമല്ല, അവരുടെ ഒപ്പം അവരെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്തെന്തൊക്കെ എന്താ വിശേഷങ്ങളൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ സ്കൂളത്തതോ സ്റ്റോറീസ് ഒക്കെ പുതിയ പുതിയ ഉണ്ടാക്കി കഥ പറയാനൊക്കെ അറിയാത്ത പാരന്റ്സ് ഒന്നും അല്ലല്ലോ നമ്മള്. ഇപ്പൊ പുതിയ പുതിയ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ്, അല്ലെ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞ്, ഈ ഫുഡ് കൊടുക്കുന്നതിലും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞ്, അങ്ങനെ അവരൊപ്പരം നമ്മളും അവരുമായിട്ട് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെന്റ്സ് ആയിരിക്കും അത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്റെ കുട്ടീനെ ഞാൻ എല്ലാത്തിനും ഇൻവോൾവ് ചെയ്യിപ്പിക്കലുണ്ട്. തല്ലുകൂടാനാണെങ്കിലും ഇൻവോൾവ് ചെയ്യിപ്പിക്കലുണ്ട്, എന്റെ സങ്കടങ്ങളിലാണെങ്കിലും സന്തോഷങ്ങളിലാണെങ്കിലും, എനിക്ക് അലക്കാനാണെങ്കിലും അപ്പൊ ചിന്തിക്കാം, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാം. പക്ഷെങ്കിൽ ഞാൻ അവനെ നോർമലായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കലുണ്ട്. അതേപോലെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെറുപ്പത്തിലെ അവരുടേതായ ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മളെ പാരന്റ്സ് ആൺകുട്ടികളെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യിക്കൂല, പെൺകുട്ടികളെ കൊണ്ട് മാത്രം കുറെ കാര്യങ്ങൾ ചെയ്യിക്കും എന്നുള്ളതൊക്കെ ഉണ്ട് അല്ലെ. എന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ആദ്യം നമ്മളെ പെൺമക്കളാണ് ഏറ്റവും മൂത്ത്.
ആണുമാണ്. അപ്പൊ ആദ്യം അവനെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കൂല, കാരണം അവൻ ചെറിയ കുട്ടിയാണ്. പിന്നെ എല്ലാം കൊണ്ടും ഓമന മോനാണ്. അപ്പൊ ഒന്നുകൊണ്ടും പണിയൊന്നും എടുപ്പിക്കൂല. പക്ഷെങ്കില് ഇപ്പൊ ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചു പോയാരാ, ഞങ്ങളൊക്കെ അവനോട് പറയുന്ന കാര്യം എന്ന് വെച്ചാല്, വന്ന് കയറുന്ന പെണ്ണിനെ കൊണ്ട് പറയിപ്പിക്കരുത്, സോ നീ എല്ലാ പണിയും പഠിച്ചിരിക്കണം. ഇപ്പം അൽഹംദുലില്ലാ ഞങ്ങൾ പെണ്ണുങ്ങൾ എടുക്കുന്ന എല്ലാ പണിയും ആ ചെക്കൻ എടുക്കലുണ്ട്. +2 പഠിക്കുന്ന ഒരു മോനാണെങ്കിലും എല്ലാ വീട്ടിലെ പണിയും എടുക്കും. അതായത് നമ്മള് ഈക്വാലിറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ ആണിന് കുറെ കാര്യങ്ങൾ ചെയ്യാനില്ല എന്നും പെണ്ണിനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നതും പാരന്റ്സ് തന്നെയാണ് അല്ലെ. ഏഹ് സ്വയം നിൽക്കാന് ഒരു കുട്ടിയെ സ്വയം വാർത്തെടുക്കുന്നതിലൂടെ തന്നെ ആ കുട്ടിക്ക്, എനിക്ക് സ്പീഡ് കൂടുതലുണ്ടോ മിസ്? ഹലോ. ഇല്ല, കുഴപ്പമില്ല. ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ലത്, നിങ്ങൾ ഓക്കെ ആവുന്ന പറഞ്ഞത്. ഓക്കെ. കാരണം എന്റെ സംസാരം മിസ്സിനൊക്കെ അറിയാൻ മതിയാവും, നല്ല സ്പീഡാണ്. എനിക്ക് അങ്ങനെ പറഞ്ഞാട്ടോ ശീലം, ശരിയാക്കാം. ഓക്കെ. അന്നപ്പോ എന്താ, നമ്മള് ഓരോ കുട്ടികളും വാർത്തെടുക്കുന്ന സമയത്ത്, ഈ പടവൊക്കെ ഞാൻ വാർത്തെടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാല്, നമ്മൾ അവരുടെ ഓരോരോ വൺ ബൈ സ്റ്റെപ്പായിട്ട് വാർത്തെടുക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് അവരുടെ ഡെയിലി ലൈഫില് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിപ്പോ ആണായാലും പെണ്ണായാലും നമ്മൾ അവരുടെ ഡെയിലി ലൈഫിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞാല് ആൺകുട്ടികള് എന്താ പാത്രം എടുത്ത് വെക്കണ്ട എന്നുള്ള തിയറി മാറ്റി ആൺകുട്ടികളും സിങ്കിലേക്ക് പാത്രം എടുത്ത് വെക്കണം എന്നുള്ളതും, അല്ലെങ്കിൽ വാഷ് ചെയ്ത് വെക്കണം എന്നുള്ളതും പഠിപ്പിക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ ജോലി തന്നെയാണ് അല്ലെ. അത് നമ്മളെ ക്വാളിറ്റി ടൈമിൽ നമുക്ക് പറ്റും. നമ്മളെ ക്വാളിറ്റി ടൈമിൽ അവരോട് സംസാരിക്കുന്നത് പോലെ തന്നെ നിന്റെ ഡെയിലി കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നീ എണീറ്റ് വന്നാൽ നിന്റെ ബെഡ്ഷീറ്റ് ക്ലീൻ ആക്കി വെക്കണം, നീ ബാത്റൂമിൽ പോയി വന്ന് ബ്രഷ് ചെയ്ത് നിന്റെ ഫുഡൊക്കെ എടുത്ത് വെച്ച് നീ കഴിച്ച് സ്കൂളിലേക്കുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ലൈഫിലേക്കുള്ള ഏറ്റവും വലിയ കാര്യവും എന്താ, അവർക്ക് നമ്മളെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചീത്തകളും അടികളും വഴക്കുകളും അല്ലാതെ കുറെ നല്ല കാര്യങ്ങളും ആവും എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ അവരെ ലിസൺ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. നമ്മള് കുട്ടികളെയൊക്കെ ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുവോ? ഇതില് ഫുൾ ടൈം കുട്ടികൾ പറയുന്നത് ഫോണൊന്നും ശ്രദ്ധിക്കാതെ കേൾക്കുന്ന ആൾക്കാരാരാള്? ഫുൾ ടൈം കേട്ടോ, 24 മണിക്കൂർ ഉറങ്ങുന്ന സമയം അല്ലാതെ ഫോണ് ശ്രദ്ധിക്കാതെ കുട്ടികളെ കാര്യങ്ങൾ മൊത്തം കേൾക്കുന്ന ആൾക്കാരാരൊക്കെ ഉള്ളത്? രണ്ട് വിശ്രത്താത്തമാരും നല്ലോണം ചിരിക്കുന്നുണ്ട്, അവരായിരിക്കില്ലേ കേൾക്കുന്നത്? അൽഹംദുലില്ലാ. നമ്മള് നമ്മളിങ്ങനെ ഫോണിൽ ഇങ്ങനെ വലിയ രീതിയിൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കില്ലേ കുട്ടികള് വന്നിങ്ങാന് ഉമ്മ എനിക്ക് അത് പറയാനുണ്ട്, അല്ലെ ഉമ്മ എനിക്ക് ഇത് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങാന് നമ്മളെ ജോലിയെ തടസ്സപ്പെടുത്തുന്നു. ശരിയല്ലേ? നമ്മൾ വലിയ രീതിയിൽ ഇൻസ്റ്റയിൽ ഞാനൊക്കെ നല്ല റീലൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളെ എല്ലാരും വന്നിങ്ങാന് മക്കൾ വന്ന് ഉമ്മ എനിക്ക് ഇതൊന്ന് ശരിയാക്കി തരുമോ, മറ്റേതൊന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിക്കാം. എല്ലാരോടും ചോദിക്കുന്നുണ്ടാവും, എന്നോടൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഫോണ് മാറ്റി വെച്ച് നിനക്ക് പറയാനുള്ളത് പറയ് എന്ന് പറയലാണോ, അല്ലെങ്കിൽ അവിടെ നിൽക്ക ഒരു 10 മിനിറ്റ് ഞാൻ ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് നിന്നോട് സംസാരിക്കാം എന്ന് പറയലാണോ നിങ്ങളൊക്കെ ചെയ്യല്? എനിക്ക് വിശ്രുത്താത്തമാർ രണ്ടാളും ചിരിക്കുന്ന കണ്ടിട്ട് നല്ല സന്തോഷമുണ്ട് കേട്ടോ, കാരണം അവര് ഫോണ് മാറ്റി വെച്ച് ഞാൻ സംസാരിക്കലായിരിക്കാം. അൽഹംദുലില്ലാ. നമ്മൾ അന്നപ്പം കൊടുക്കുന്ന ഒരു സംഭവല്ലേ. അതായത് നമ്മൾ വലിയ സംഭവത്തില് ഈ ഫോണൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരിക്കും, അന്നപ്പേ ആയിരിക്കും ഇവർക്ക് വന്ന് വലിയ ആനക്കാര്യം പറയാണ്ടാവുക. അപ്പൊ നമ്മള് എന്താ, അവിടെ നിക്ക്, നീ അവിടെ നിക്ക്, ഞാൻ ഇതൊന്ന് റെഡി ആക്കട്ടെ എന്നിട്ട് അൻ്റെത് കേൾക്കാം എന്ന് പറയുന്നത് നല്ലത്. ആ റീലോ അല്ലെങ്കിൽ ആ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെക്കേ, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് വെച്ച് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണാം ഇവർക്ക് എന്താണോ ഇപ്പം പറയാനുള്ളത് അതൊന്ന് കേൾക്കട്ടെ എന്ന് വിചാരിക്കുന്നതായില്ലേ അടിപൊളി. പക്ഷെ നമ്മൾ കൊണ്ട് പറ്റൂല കേട്ടോ, നമ്മൾ കൊണ്ട് പറ്റൂല. നമ്മൾ ആ വീഡിയോ കാണും, കുട്ടിക്ക് പറയാനുള്ളത് പിന്നെ പറയട്ടെ എന്ന് വിചാരിക്കും, നമ്മൾ ആ വീഡിയോ കാണും. ഓൾമോസ്റ്റ് പാരന്റ്സും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ കുട്ടിയുടെ കാര്യം നീ പറഞ്ഞോ, ഞാൻ ഇവിടുന്ന് കേൾക്കുന്നുണ്ട്, എനിക്ക് 2 ചെവി, ഞാൻ പറയല അങ്ങനെ, എനിക്ക് 2 ചെവി ഉണ്ട്, നീ അവിടുന്ന് പറഞ്ഞോ, ഞാൻ ഇതും കേൾക്കും അൻ്റെതും കേൾക്കുന്നു. പക്ഷെങ്കിൽ ഇപ്പം ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ, കാരണം അവർക്ക് കുറെ കഥകളുണ്ട്. അവരുടെ കഥയില് നമ്മൾ വിചാരിക്കും പോലല്ല, അവരുടെ കഥയിൽ ഇമാജിനേഷൻ കുറേ ആണ്.
അവര് പോലും കാണാത്ത, അവര് പോലും അറിയാത്ത ലോകത്തുള്ള എല്ലാ കഥകളും അവർക്കറിയാം. നമ്മൾ ഈ ഇൻസ്റ്റയിൽ കാണുന്നത് അല്ലെ ഫേസ്ബുക്കിൽ കാണുന്ന വീഡിയോസിനെക്കാട്ടിലും വലിയ സർപ്രൈസിങ് ആയിട്ടുള്ള കഥകളായിരിക്കും അവർക്ക് പറയാൻ നേരം ഉണ്ടാവുക. പക്ഷെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. ഉം നമ്മൾ അതും ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അവരുടെ കഥ കഴിഞ്ഞാൽ അവരങ്ങ് പോകും. അവരുടെ കഥ കഴിഞ്ഞാൽ അവരങ്ങ് പോകും. പക്ഷേങ്കിൽ അവർക്ക് നമ്മൾ ആ ടൈം കൊടുത്തിട്ടില്ലെങ്കിൽ, അവളെ ലിസൺ ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് എന്നുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രോമാസ് ആയിരിക്കും അത് അല്ലെ. അവർക്ക് തോന്നുന്നത് എന്തെന്നാ, എന്റെ ഉമ്മ ഞാനത് പറയാൻ വന്നപ്പം അത് കേട്ടില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ ഉപ്പ ഞാനത് പറയാൻ വന്നപ്പം കേട്ടില്ലല്ലോ ഒരു തോട്ട് ഉണ്ടാവും. ആ കുഞ്ഞു തോട്ട് വളർന്ന് 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 നമ്മളെ നിപ്പയൊക്കെ വളർന്നതുപോലെ വളർന്ന് വളർന്ന് വലിയൊരു സാധനമായിട്ട് പോകും അല്ലേ. ഉം എനിക്ക് നമ്മൾ ആ ഒരു ടൈം ഒരു 5 മിനിറ്റ് ആയി ചിലപ്പോ അവർക്ക് എന്താ എന്തെങ്കിലും ഒന്ന് പറയാണ്ടാവുക, എന്തെങ്കിലും ഉണ്ടാക്കി കഥ, അല്ലെങ്കിൽ അവിടുന്ന് വീണ കഥ, അല്ലെങ്കിൽ പൂച്ച പിടിച്ച കഥ, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കഥകളായിരിക്കും. പക്ഷെ നമ്മൾ അത് കേൾക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. നമ്മളെ ഫോണായിരിക്കും നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ്. എന്റെ മോന് ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചത്, ഉമ്മക്ക് ഫോണാണോ വലുത് ഞാനാണോ വലുത് എന്ന്. സത്യമായിട്ടും ശരിക്കും അങ്ങനെയുള്ള ഒരു ചോദ്യം നമ്മളെ പാരന്റ്സിന് നമ്മളെ കുട്ടികളിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ, ഉമ്മക്ക് ഫോണാണോ ഞാനാണോ വലുത്. അതെനിക്ക് തോന്നി, ശരിയാണല്ലോ, പിന്നെ ഉണ്ടെങ്കിലല്ലേ ഞാനുള്ളൂ. ഈ ഫോണിൽ നെറ്റ് തീർന്നാൽ അത് കഴിഞ്ഞു, ഫോണിന്റെ കഴിഞ്ഞു. പക്ഷെങ്കിൽ നമ്മൾ അവരെ കേൾക്കാൻ ശ്രമിക്കാത്തടത്തോളം കാലം അവർക്ക് അത് അവരുടെ ഒരു ട്രോമ ആയിട്ട് മാറും എന്നുള്ളതാണ് അല്ലെ. അത് ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും അത് കേൾക്കുക എന്നുള്ളത് എന്തെന്ന്, ഒന്ന് വേണ്ടാത്തതുപോലെ കേൾക്കുക എന്നുള്ളതല്ല കേട്ടോ. നമ്മള് എന്തെന്ന് കേൾക്കണം എന്താ, ഒരു അത്യാവശ്യം എക്സ്പ്രഷൻസ് കൊടുത്തോണ്ട് കേൾക്കുക. എന്തെങ്കിലും വലിയ കാര്യങ്ങളാണ് അവര് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇതൊക്കെ കുട്ടികളെ കാര്യാട്ടോ പറയുന്നത്. എനിക്ക് ചെറിയ കുട്ടീനെ വളർത്തിയിട്ടുള്ള ശീലമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുട്ടികളെ കാര്യാട്ടോ പറയുന്നത്. അപ്പൊ ഈ നമുക്ക് എന്താ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ എക്സ്പ്രഷൻസിലൂടെ അവരെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ അവരുടെ ആണോ കണ്ണൊക്കെ പൊറത്തിയെട്ടി ഒന്ന് ഭീകരമായിട്ട് നമുക്ക് ചോദിക്കാം അല്ലെ. നമുക്ക് അത് ചോദിക്കാം, ആണോ വലിയ സംഭവമാണോ, അതോ നമുക്ക് സാഡ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ നമ്മൾ അതേ രീതിയിൽ ഫീൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് സർപ്രൈസിങ് ആണെന്നറിയോ. നമ്മൾ പാരന്റ്സ് ആണ് അവരുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവരുടെ പാരന്റ്സ് ആയിരിക്കും. എന്തും വന്ന് പറയാം എന്നുള്ള രീതിയിൽ നമ്മൾ പാരന്റ്സ് ആയി കഴിഞ്ഞാല് എന്താ അവർക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കിട്ടും എന്നുള്ളതാണ് അല്ലെ. നമ്മളെ കുട്ടികൾ എല്ലാം വന്ന് പാരന്റ്സിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒക്കെ ഉറപ്പാണോ? ഈ പാരന്റ്സ് ആണ് യെസ് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഉറപ്പാണോ തങ്ങളുടെ കുട്ടികൾ എല്ലാം തങ്ങളോട് വന്ന് പറയുന്നുണ്ട് എന്നുള്ളത്? കമന്റ് ബോക്സിൽ കാണാട്ടോ. എല്ലാം പറയുന്നുണ്ടാവും അല്ലെ. എല്ലാരും ആരും ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ കുട്ടികളൊക്കെ നിങ്ങളോട് വന്ന് രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വന്നിട്ട് ഇന്ന് ഇതൊക്കെ നടന്നു, ഇന്നത് ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഈ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു, ആ കുട്ടി ബാത്റൂമിൽ പോയി എന്ന് വരെ പറയുന്ന കുട്ടികളുണ്ടോ എല്ലാവർക്കും? ഓക്കെ, ആർക്കൊക്കെ കുഞ്ഞോ പറയുന്നുണ്ട്. പക്ഷെങ്കില് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു എനിക്ക് 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവന് സ്റ്റോറീസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. സോ എനിക്ക് എന്റെ കുട്ടി അങ്ങനെ പറയലുണ്ട്. ഞാൻ ചോദിക്കൽ തുടങ്ങിയ സമയത്ത് അവൻ പറയാൻ തുടങ്ങി. അവൻ രാവിലെ മദ്രസ പോയത് മുതൽ സ്കൂൾ വിട്ട് വരുമ്പം എന്തൊക്കെ മുട്ടായി വാങ്ങിയെന്ന് വരെ എന്നോട് പറയും. അവിടെ നമ്മൾ അവർക്ക് കൊടുത്ത ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞ സംഭവം കൊണ്ടാണ് അവര് നമ്മളോട് അതൊക്കെ പറയുന്നത് അല്ലെ. അവർക്ക് അവരുടെ രീതിയിൽ തെറ്റുകൾ പറ്റിക്കോട്ടെ, തെറ്റുകൾ പറ്റണം, തെറ്റുകൾ പറ്റിയാലേ വളരും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആർക്കും പറ്റൂല അല്ലെ. തെറ്റുകൾ പറ്റി തന്നെ വളരണം. തെറ്റുകൾ പറ്റണം, തോൽക്കണം, കരയണം, സങ്കടം വരണം, അതിന്റെയൊക്കെ വാല്യൂസ് അറിയണം, അതിന്റെയൊക്കെ പ്രയോറിറ്റി അറിയണം. അതൊക്കെ പഠിച്ചിട്ട് മാത്രമേ വിൻ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ആദ്യം എല്ലാത്തിലും കൊണ്ടുപോയി വിൻ ചെയ്തിട്ട് ഇവർക്ക് ജീവിതത്തിലെ ലെസൺസ് ഒന്നും മനസ്സിലാവാതെ വരും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അവർക്ക് തെറ്റ് പറ്റിയാൽ പോലും, അവരൊരു കുട്ടീനെ ഉപദ്രവിച്ചാലോ അല്ലെ അവരെ ഏതെങ്കിലും കുട്ടികളെ ഉപദ്രവിച്ചാൽ പോലും അവർക്ക് നമ്മളോട് വന്ന് പറയാൻ പറ്റണം. ഏത് ഏത് കുട്ടിക്കായാലും, ഐ മീൻ ഗേൾ ആവട്ടെ ബോയ് ആവട്ടെ, ഇപ്പോഴത്തെ കാലത്ത് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാലാണല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ വരെ നമ്മളുടെ അടുത്ത് വന്ന് പറയാൻ അവർക്ക് തോന്നണമെങ്കിൽ നമ്മൾ അവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മ തന്നെ ആവണം. ഐ മീൻ പെർഫെക്റ്റ് മീൻസ് എല്ലാം കൊണ്ടും അടിപൊളി എന്നല്ല. അവർക്ക് നമ്മളോട് പറയാം,
അവർക്കറിയാം നമ്മൾ അത് സോൾവ് ചെയ്യും എന്ന് തോന്നുന്ന രീതിയിലുള്ള പാരന്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെ. നമ്മൾ അത് സോൾവ് ചെയ്യും, നമ്മളോട് അവര് പറയാൻ എല്ലാരും ക്യാമറയിൽ നിന്ന് പോയിട്ടോ ബോറടിക്കുന്നുണ്ടാവും അല്ലെ. അതായത് നമ്മൾ അവർക്ക് അവരുടെ തെറ്റുകളും അവരുടെ തെറ്റുകളും ഒക്കെ സോൾവ് ചെയ്യും രീതി അല്ല, സോൾവ് ചെയ്യും അവർക്ക് തോന്നി തുടങ്ങിയാൽ മാത്രമേ അവർ നമ്മളോട് എല്ലാ പ്രശ്നങ്ങളും പറയും. ചെറിയ ചെറിയ കാര്യങ്ങളാവട്ടെ വലിയ വലിയ കാര്യങ്ങളാവട്ടെ അതൊക്കെ നമ്മളോട് അവർ ഷെയർ ചെയ്യണമെങ്കിൽ അവർക്കുള്ള പിന്നെ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. ഏത് നേരം അവരെ കുറ്റപ്പെടുത്താതെ നിന്റെ ഭാഗത്താണ് തെറ്റ്, നിന്റെ ഭാഗത്താണ് തെറ്റെന്ന് കുറ്റപ്പെടുത്തി പറയാതെ എന്താ ഒരു ടൈം കേൾക്കുക. ഓക്കെ, നിന്റെ ഭാഗത്ത് കുറച്ച് തെറ്റുണ്ട്, പക്ഷെങ്കിൽ അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാം. എക്സാമിന് തോൽക്കുമ്പോൾ മാത്രമല്ല കമ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ഈ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരുമ്പോഴും എടാ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പറയാം നിന്റെ ഭാഗത്തും തെറ്റുണ്ട്, പക്ഷെ അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പൊ രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ടായത് കൊണ്ട് നമുക്കത് കോംപ്രമൈസ് ചെയ്യാം എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മളെ കുട്ടീന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും തെറ്റെങ്കിൽ നമുക്ക് പറയാം ഇപ്പോഴ് നമ്മൾ ആ തെറ്റ് തിരുത്തിയാല് ഭാവിയില് അവന് വേറെ ആരെങ്കിലും ഉപദ്രവിക്കുമ്പോ നിനക്ക് പോയി അവനെ ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നീ ഈ തെറ്റിൽ തന്നെ അവനോട് മിണ്ടാതെ ഇതാക്കാതെയോ ഒക്കെ നിന്നാല് പിന്നെ ലൈഫിൽ അവൻക്ക് ഹെൽപ്പ് ചെയ്യാനോ ആക്കാനോ ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്താല് കുഞ്ഞു മനസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോയി നന്നാവും. കാരണം ആരായിരിക്കും അവരുടെ ഹീറോ ആയിട്ട് വരിക? അവരെന്നെ ഹീറോ ആവും. കാരണം അവര് പോകുക എന്തെന്നാ, അവര് ചെയ്ത തെറ്റിന് ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു എന്നായാലും അവരുടെ ഭാഗത്ത് അവര് ഹീറോയാണ്. അവരായിട്ട് ചെയ്ത തെറ്റാണെങ്കിലും ആരോ ചെയ്ത തെറ്റായാലും അവര് സോറി പറഞ്ഞാൽ അവര് ഹീറോ ആയിരിക്കും. അവര് ചെയ്ത തെറ്റാണെങ്കിലും അവരൊരു സോറി പറയുകയാണെങ്കിൽ അവര് ഹീറോ ആയിട്ട് മാറും എന്നുള്ളതാണ്. അതായത് ആരുടെ ഭാഗത്തായാലും തെറ്റുകൾ എന്നുള്ളത് തെറ്റുകൾ തിരുത്തി കൊടുക്കുക എന്നുള്ളത് ആണ് നമ്മളെ പാരന്റ്സിന് ചെയ്യാൻ ഏറ്റവും കാര്യം എന്നുള്ളത് അല്ലേ. നമ്മളെല്ലാ ടൈമും എല്ലാ തെറ്റും നമ്മളെ കുട്ടിക്കാണ്, നമ്മളെ കുട്ടി അങ്ങനാണ്, നമ്മളെ കുട്ടി ഇങ്ങനാണ് എന്ന് പറയുന്നതിലും നല്ലത് നമ്മളെ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വലിയ സംഭവമാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മളെ കുട്ടികളെയും ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. താരതമ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. നമ്മള് എക്സാമിന് മാർക്ക് കുറഞ്ഞാല് ആ ക്ലാസ്സിലെ ടോപ്പർ അത്ര ആയില്ല എന്ന് പറയുന്ന പാരന്റ്സ് ഇല്ലേ അവിടെ? ഉണ്ട്. സത്യം പറയും. നമ്മള് കുട്ടികള് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാല് PTA മീറ്റിങ്ങിനൊക്കെ പോയ ഇപ്പുറത്തെ കുട്ടിയുടെ മാർക്ക് ഷീറ്റ് നോക്കി നമ്മൾ വിചാരിക്കും കുട്ടീനെ എത്ര മാർക്ക് നമുക്കില്ല, നമ്മളെ കുട്ടിക്കില്ലല്ലോ എന്ന് വിചാരിക്കുന്ന പാരന്റ്സ് ഉണ്ടോ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉണ്ടോന്ന് ഉണ്ടാവില്ലല്ലേ? ആരും ഇല്ലാതിരിക്കട്ടെ. ഈ ലാസ്റ്റ് ടൈം എന്താ കഴിഞ്ഞ കൊല്ലം 1ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ എന്റെ കുട്ടി ഓൾറെഡി ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്. ആള് അത്യാവശ്യം നല്ലോണം ബുദ്ധിയുള്ള ആളായിരുന്നു. പക്ഷെങ്കില് എന്താ പറയാ ഈ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങിയപ്പം ആൾക്ക് ഓരോരോ കാര്യത്തിൽ കൺഫ്യൂഷൻസ് വന്നു. ഇംഗ്ലീഷ് തന്നെയായിരുന്നു ആൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പെട്ടെന്ന് മലയാളം കൂടി കയറി വന്നപ്പം പലതിലും കൺഫ്യൂഷൻസ് വന്നു. അപ്പം ഈ ആളുടെ പഠനം ലേണിംഗ് നല്ല രീതിയിൽ കുറഞ്ഞുപോയി, നല്ല രീതിയിൽ കുറഞ്ഞുപോയി. പിന്നെ ഇംഗ്ലീഷിൽ ആൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, മലയാളത്തിലൊന്നും മാർക്കേ ഇല്ല. നല്ല രീതിയിൽ കുറഞ്ഞു. കാരണം മലയാളം എന്താന്നൊക്കെ ഓർമ്മയില്ല. ഓൻ സംസാരിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ആൾക്ക് മലയാളം എന്താണെന്നൊന്നും അറിയില്ല. അക്ഷരാണ് അത് നമ്മളെ ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയിലൊന്നും ആൾക്കറിയില്ല. അന്നപ്പം ഈ PTA മീറ്റിങ്ങിന് പോയപ്പോ എന്റെ ചുറ്റും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം ഞാനാണ് ആ ക്ലാസ്സിലെ സംസാരിക്കുന്ന മിസ്. ഞാൻ പറഞ്ഞല്ലോ സംസാരിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള പാരന്റ് ഞാനാണ്. അപ്പോ കുട്ടികളെ എല്ലാരെയും മാർക്ക് ഷീറ്റ് നമുക്ക് തന്നു. എല്ലാരുടെ കയ്യിലും നല്ല മാർക്കുണ്ട്. എല്ലാ മക്കളും നല്ല മാർക്ക് ഇട്ടുണ്ടോ. ഇപ്പോഴത്തെ പാരന്റ്സിന് നല്ല അപ്രിസിയേറ്റ് ചെയ്യണം. കാരണം അത്യാവശ്യം എല്ലാ മക്കളും നല്ല മാർക്ക് ഉണ്ട്. അപ്പൊ A+ കിട്ടിയവർ തന്നെ ഉണ്ട്, B+ അല്ല A+, തന്നെ. അപ്പൊ എന്റെ മോന്റെ C ആണ്, D ഉണ്ട്, B ഉണ്ട്, ഇംഗ്ലീഷിൽ മാത്രം A ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു മോളെ പേര് പറഞ്ഞു ഓൾ അത്രയ്ക്ക് മാർക്കില്ല, എന്തോ പറയുമോന്ന് ചോദിച്ചു. കാരണം ഓനോട് ക്ലാസ് താരോന്ന് പറഞ്ഞിരിക്കുന്ന എന്റെ അമ്മനോട് ഇന്ന് തല്ല കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓൾക്കൊക്കെ ഒരൊറ്റക്ക മാത്രമേ ഉള്ളൂ, പക്ഷെ എനിക്ക് ABCD മൊത്തം ഉണ്ട്, D വരെ ഉണ്ട് ആളുടെ മാർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ABCD വരെ ഉണ്ട്, അവർക്കൊക്കെ A മാത്രമേ ഉള്ളൂ,
അപ്പൊ നീ അത് കാര്യം ആലോചിക്കണ്ട. നീ പഠിച്ചല്ലോ, നീ ഇരുന്ന് പഠിച്ച് എക്സാം എഴുതി. എനിക്ക് എക്സാം എഴുതുമ്പോ പെന്ന് പിടിക്കുന്ന നേരത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇനി പറഞ്ഞ ടൈമിന് ഈ എക്സാം എഴുതിയല്ലോ, അടിപൊളിയാണ് ഈ എന്ന് പറഞ്ഞ അന്ന് ഞാനൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്തുട്ടോ. അപ്പം സംഭവം എന്താ വെച്ചാല്, പക്ഷെ അന്ന് അവന് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കാരണം വെച്ചാല് എന്താ, അവന്റെ ഉമ്മ വഴക്ക് പറയും, അടിക്കുംന്ന് ക്ലാസ്സിലെ വേറൊരു മോൻ പറഞ്ഞു കൊടുത്ത സമയത്ത് അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉമ്മ ഇന്ന് തല്ലും 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 എന്ന് പോയ ആ ഒരു ഇതില് ഞാൻ പറയുന്നത് എന്താ, എനിക്ക് എല്ലാ അക്ഷരങ്ങളും ഉണ്ട്, ഈ അടിപൊളിയാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവന്റെ ഉള്ളിൽ ഒരു സമാധാനം ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. എന്റെ ഉമ്മ ഒന്നും പറയില്ലല്ലോ, പക്ഷെ ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതും ഉമ്മക്ക് മനസ്സിലായി എന്നുള്ളതും മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ ചെറിയ ചെറിയ ഇപ്പൊ ഒന്നാം ക്ലാസ്സിലത്തെ മക്കളാണ്, അല്ലെ LKG-ത്തെ മക്കളാണ്, UKG-ത്തെ മക്കളാണ്, ഇപ്പയാണ് അവരുടെ ഭാവി നിശ്ചയിക്കുന്നത് എന്നും പറഞ്ഞാൽ കുത്തിയിരുന്ന് പഠിപ്പിക്കുന്ന പാരന്റ്സും ഉണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്, പാരന്റ്സിന് പഠിപ്പിച്ചോട്ടെ. പക്ഷെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ അടുത്ത വീട്ടിലെയോ അല്ലെ അടുത്ത കുട്ടിയുടെയോ മാർക്ക് ലിസ്റ്റ് കണ്ട് നമ്മളെ കുട്ടിയെ വിലയിരുത്തരുത് എന്നുള്ളതാണ്. ഇപ്പം ഈ ഫോണിന്റെ യുഗം ആയതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ട്. ഉം അത് അതും ഒരു ഡിസേബിലിറ്റി ആണ് കേട്ടോ. ആർക്കെങ്കിലും അറിയോ എന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ പല കുട്ടികൾക്കും ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ട്. അതായത് അക്ഷരങ്ങൾ മനസ്സിലാവാതിരിക്കുക, അതോടൊപ്പം പഠിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ള കുറെ ഡിസേബിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അത് ലൈഫിനെ ബാധിക്കുന്ന ഒന്നേ അല്ല, പക്ഷെങ്കിൽ അതുണ്ട്. അപ്പൊ പക്ഷെങ്കിൽ ആൾക്കാരെ നമ്മൾ കമ്പയർ ചെയ്യ എങ്ങനെ, എന്റെ കുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ പോയി, അല്ലെ? നമ്മളെ കുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പോയി, നമ്മളെ സ്റ്റാറ്റസ് പോയി. നമ്മള് പാരന്റ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, അല്ലെ? നിങ്ങളിപ്പോ കുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പാരന്റ്സ് ഇതിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് അറിയോ? നിങ്ങൾ ആരൊക്കെ സ്വന്തം കുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യോ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി, വെറുതെ ഇരിക്കല്ലേ, രേഖപ്പെടുത്തി. അതായത് നമ്മുടെ കുട്ടി പഠിക്കുന്നില്ല, നമ്മുടെ കുട്ടി ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യോ? ഇല്ലല്ലേ? പക്ഷെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആക്സെപ്റ്റ് ചെയ്യണം. കാരണം ചിലപ്പോ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത ചെറിയ കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് ഉണ്ടാവും. നമ്മള് നമ്മളത് മനസ്സിലാക്കി നമ്മളൊക്കെ പിന്നെ ജനിച്ചപ്പോഴേ ഇങ്ങനെ പഠിച്ചോൻ ഇങ്ങനെയൊക്കെ ആയിക്കില്ലേ, നമ്മളെയൊക്കെ ജനിപ്പിച്ച് നല്ല തല്ല് കിട്ടി, സാർമാരുടെ അടുത്ത് നിന്നൊക്കെ നല്ല തല്ല് കിട്ടിയല്ലേ ഓരോന്നും വളർന്നു വന്ന് ഇങ്ങനെ 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 നിൽക്കുന്നത്, അല്ലേ? നമ്മൾ ആരും മുട്ടേന്ന് വിരിഞ്ഞു പോണം അങ്ങനെ വന്ന് നിൽക്കുകയല്ലല്ലോ. അപ്പൊ നമ്മള് ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കണം. എനിക്ക് ആ എഴുതാൻ കിട്ടായിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അക്ഷരമാലകൾ കിട്ടായിട്ടോ ചീത്ത കേട്ടിക്കണമെന്ന് നമ്മൾ ഇടയ്ക്കെങ്കിലും ചിന്തിക്കണം. അതേപോലെ നമ്മളെ കുട്ടികളെയും കാണണം. നമ്മളെ കുട്ടി എല്ലാത്തിലും സ്വിമ്മിങ്ങിലായാലും ഡാൻസിങ്ങിലായാലും ഇനിയിപ്പം മാത്സിലോ സയൻസിലോ എല്ലാത്തിലായാലും നമ്മളെ കുട്ടി ബെറ്റർ ആയിരിക്കണം. അപ്പുറത്തെ കുട്ടീനെ കടയിലും നമ്മളെ കുട്ടി ബെറ്റർ ആയിരിക്കണം എന്നുള്ളൊരു കുഞ്ഞു വാശി നമ്മളെല്ലാ പേരൻസിനും ഇല്ലേ? ഇല്ലാന്ന് പറയണ്ട, ഉണ്ടാവും. അവരെ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് നമ്മളെ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ പാരന്റ്സ്, അല്ലെ? അവരുടെ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, നമ്മുടെ കുട്ടിയും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മതി. അവരെ കുട്ടി അങ്ങനെ പഠിക്കുന്നുണ്ട്, അപ്പൊ നമ്മുടെ കുട്ടിയും അങ്ങനെ തന്നെ പഠിക്കണം. അതിന് തല്ലാണേ തല്ലുക, കൊല്ലുകയാണേ കൊല്ലുക, വേറെന്തോ ചെയ്യാണേ ഒക്കെ ചെയ്യുക, എന്തായാലും പഠിക്കല് നിർബന്ധമാണ്. അവർക്ക് ആവുന്നുണ്ടോ ആവുന്നില്ലേ എന്നുള്ളതൊന്നല്ല. സ്റ്റാൻഡിങ് ലൈൻസ് അറിയാത്ത കുട്ടികൾ ഇപ്പോഴും 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഉണ്ട്. സ്റ്റാൻഡിങ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തനെയുള്ള ഒരു വരയാണ്. ആ വര അറിയാതെ പോകുന്ന കുട്ടികൾ പലതും ഇപ്പോഴും ഉണ്ട്. കാരണം എന്താ, അവരെ പാരന്റ്സിന് നിർബന്ധം എന്താ, പഠിച്ചാൽ മതി, നിലയിലെത്തിയാൽ മതി. പഠിച്ചാ മതി, നിലയിലെത്തിയാൽ മതി. എന്റെ കുട്ടി ഞാൻ പറയുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോലെ അതേ പെർഫെക്റ്റ് ആയിട്ട്, ഞാൻ അങ്ങോട്ട് പോവരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാതെ, ഇങ്ങോട്ട് പോവരുത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോവാതെ അടങ്ങി ഒതുങ്ങി നിൽക്കണം. അതല്ലേ നമ്മളെ പാരന്റ്സിന്റെ ആഗ്രഹം? സത്യം മതി, അതല്ലേ ആഗ്രഹം? അങ്ങനെ ആഗ്രഹിക്കരുത് കേട്ടോ, വളരെ മോശമായിട്ടാണ് ആഗ്രഹം. നമുക്ക് എന്തൊക്കെ ആഗ്രഹിക്കാനുണ്ട്, പക്ഷെ നമ്മള് കുട്ടികളുടെ കാര്യത്തില് നമ്മൾ വരുമ്പം നമ്മൾ വളരെ മോശമായിട്ട് എന്താ, കുട്ടികൾ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കണം. എന്നാലല്ലേ നാലാളല്ലേ നമുക്കൊരു വില ഉണ്ടാവും. നമുക്കൊരു വില കിട്ടിയാലല്ലേ നമ്മളെ കുട്ടിക്ക് ഒരു വില ഉണ്ടാവും എന്നും പറഞ്ഞ് കുട്ടികളെയും കൂടി ബ്ലെയിം ചെയ്ത് വെക്കും. അങ്ങനെയല്ലേ? നമ്മൾ പ്രശംസിക്കുന്നതിന് കൂടുതൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തലാണ്, അല്ലേ? നിങ്ങൾ ആരൊക്കെ കുറ്റപ്പെടുത്താത്ത പാരന്റ്സ് ഉണ്ട്? ഫുൾ ടൈം പ്രശംസിക്കുന്ന പാരന്റ്സ് ആരാള്?
യെസ് പറയുമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുട്ടോ. ഫുൾ ടൈം കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യാതെ, ഓ മോനെ നീ ചെയ്തതെല്ലാം അൽഹംദുലില്ലാ സഫ്വാന, ഓക്കെ യെസ് പറഞ്ഞു. താങ്ക് യു. നമ്മള് ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പ്രശംസിച്ച് തുടങ്ങിയാണ്ടല്ലോ നമുക്ക് കുറ്റപ്പെടുത്താൻ നേരം ഉണ്ടാവില്ല. ഒരു പ്ലേറ്റ് നീക്കി വെച്ചതോ, അല്ലെങ്കിൽ അവരുടെ ടോയ്സ് എടുത്ത് വെച്ചതോ, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ബാസ്ക്കറ്റിലേക്ക് ഇട്ടതോ ഒക്കെ പോലത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ അവരെ പ്രശംസിച്ച് തുടങ്ങിയാല് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ, അവരേന്നില്ല നമ്മളെയും കുറ്റപ്പെടുത്താൻ നേരം ഉണ്ടാവില്ല, അവരെയും കുറ്റപ്പെടുത്താൻ നമുക്ക് നേരം ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മള് എന്താ എല്ലാത്തിനും തെറ്റ് കുറ്റം കാണാതെ അവരെ അവരെ രീതിയിൽ ചെറിയ കുഞ്ഞു കുട്ടികളല്ലേ, കുഞ്ഞു കുട്ടികളല്ലേ, അവർക്കിപ്പോ ടേബിൾ മാനേഴ്സ് അറിയണുണ്ടാവില്ല, സ്കൂള് വിട്ട് വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാനുണ്ടാവില്ല, സ്കൂളിലേക്ക് പോയാൽ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാനുണ്ടാവില്ല. കുഞ്ഞു കുട്ടികളെ കാര്യാട്ടോ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയലുണ്ടാവില്ല. ഒരു ഫംഗ്ഷന് പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അറിയലുണ്ടാവില്ല. ഒരു ഹോട്ടലിൽ പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയലുണ്ടാവില്ല. ഒരു പാർക്ക് പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയലുണ്ടാവില്ല. എല്ലാ കുട്ടികളും എല്ലാം പഠിച്ചിട്ടാണോ വളരുക? അല്ലല്ലോ. എല്ലാ കുട്ടികളും സീറോ ആയിട്ടാണ്, ഒരു കാര്യം ഓർമ്മയില്ലാതാണ് വളരുക. ആകെ അറിയാവുന്ന ഒരു കാര്യം എന്താ, ഈ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ അവർക്ക് ഫീഡ് ചെയ്യാൻ പാല് കിട്ടും എന്നുള്ളത് മാത്രമാണ്. അതും നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് തിരിപ്പിച്ച് വെച്ചാലാണ് അവർക്കറിയാം പാല് കിട്ടും, അതിലൂടെ ഈ വായിലൂടെ പാല് കിട്ടും എന്നുള്ളത് കുറെയൊക്കെ അറിയാം. അത്ര തന്നെ അറിയും. അല്ലാതെ ഈ ഹോട്ടലിൽ പോയാൽ മാന്യമായിട്ടിരിക്കണം, ഫുഡ് കഴിക്കണം, മാന്യമായിട്ട് കൈ കഴുകണം, പോരണം എന്നൊക്കെ ഏതെങ്കിലും കുട്ടികൾക്ക് അറിയാൻ പറ്റുമോ? പക്ഷെ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കാത്താൽ അറിയും. നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ പറഞ്ഞെടുത്താൽ മതി. എടാ, വേണമെങ്കിൽ ഒരു ഹോട്ടലിൽ പോയാലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, എന്താ എടാ, ഇനിയുണ്ടല്ലോ വാഷ് ബേസ് തന്നെ തുപ്പണം കേട്ടോ, അപ്പുറത്തേക്കൊന്നും തുപ്പരുത്, ഈ റൗണ്ട് തന്നെ ഇനി തുപ്പുവോ നോക്കട്ടെ. നമ്മളും കുഞ്ഞു മക്കളാവുക എന്നുള്ള, നമ്മള് കുട്ടികളെ വളർത്തുമ്പോൾ നമ്മളും കുട്ടികളാവുക എന്നുള്ളതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മൾ അവരെ വളർത്തുമ്പോ അവരുടെ ബുദ്ധിയില്, മിസ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, നിങ്ങൾ കുഞ്ഞു കുട്ടികളെ പോലെ തന്നെ ആയിട്ട് ഈ ക്ലാസ് കേൾക്കുക എന്നുള്ളത്, അതായത് എം ടി കപ്പായിട്ട് ഇരുന്നിട്ട് ക്ലാസ് കേൾക്കുക എന്നുള്ളത്. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇവര് പറയുന്നെങ്കിൽ ചടപ്പായിരിക്കും. അപ്പൊ അതേപോലെ നമ്മളെ കുട്ടികൾക്കൊന്നും അറിയില്ല, അവരെ എം ടി കപ്പാണ്. അപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഹോട്ടലിൽ വന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം, ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഒച്ച ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ശകാരങ്ങളിലൂടെ അല്ല കേട്ടോ, അതൊക്കെ ഒരു ഫണ്ണായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ ഒരു എക്സ്പ്രഷൻസിലൂടെയും നമ്മൾ ആക്ഷൻസിലൂടെയും നമ്മളിത് കുഞ്ഞു കുഞ്ഞു തലോടലുകളിലൂടെയും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികളോട് വളരെ മാന്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ വളരെ മാന്യമായിട്ട് അവരും റിപ്ലൈ ചെയ്യും, വളരെ മാന്യമായിട്ട് അവരത് പഠിക്കും എന്നുള്ളതാണ്. നമ്മള് കുട്ടികൾക്ക് എന്താ, ഇനി അത് ചെയ്യരുത്, ഇനി ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവര് നമ്മളെന്താ ചെയ്യരുത്, അവരെന്താ പഠിക്കാന്നറിയോ? നമ്മളെ ആക്ഷൻസ് പഠിക്കും, നമ്മളെന്താ പറഞ്ഞതെന്ന് പഠിക്കും, അതിന്റെ ലെങ്ത് പഠിക്കും. നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ അവരും അതേ രീതിയിൽ ദേഷ്യം പിടിക്കാനാണ് പഠിക്കുന്നത്. അല്ലാതെ ഈ ദേഷ്യം പിടിച്ചത് എന്തിനാണെന്നല്ല പഠിക്കുക. നമ്മൾ കുട്ടിനോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരും അതേ രീതിയിൽ എത്ര അളവിൽ ദേഷ്യം പിടിക്കാം എന്നാണ് പഠിക്കുക. അല്ലാതെ എന്താ, എന്തുകൊണ്ടാണ് എന്നോട് ഉമ്മ ദേഷ്യം പിടിച്ചത്, അല്ലെ എന്തിനാണ് എന്നോട് ദേഷ്യം പിടിച്ചത്, ഇന്ന കാര്യത്തിനാണ് ദേഷ്യം പിടിച്ചത് എന്നൊന്നും അല്ല അവരെന്താ ചിന്തിക്കുക. ഇത്ര ലെവലിൽ ദേഷ്യം പിടിച്ചാല് എനിക്ക് ഇത്ര ലെവലിൽ എത്താൻ പറ്റും. ഗോട്ട് ഇറ്റ്? അങ്ങനല്ലേ ചിന്തിക്കുക. നമ്മൾ ഇത്ര ലെവലില് ഞാൻ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ എനിക്ക് ആൾക്കാരുടെ അടുത്ത് ഇത്ര ലെവലിൽ എത്താൻ പറ്റും. അതിപ്പോ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ടാണെങ്കിലും അവർ ആർഗ്യൂ ചെയ്യുന്ന രീതി മാറും. ചെറിയ രീതിയിലാണ് അവർ ആർഗ്യുമെന്റ്സ് ചെയ്യാന്ന് വെച്ചാല് അവർ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് എന്റെ പാരന്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നാ ഞാനും അങ്ങനെ ചെയ്ത് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ അവരങ്ങനെ ചെയ്യും. അപ്പൊ ആ കുട്ടി മറ്റൊരു കുട്ടി മേടിക്കുകയാണെങ്കിൽ ഇവർ അത് സ്ഥിരാക്കും. നമ്മളെ കുട്ടികൾ നമ്മളെ കേട്ടല്ല പഠിക്കുക, കണ്ടാണ് പഠിക്കുക, അല്ലെ? നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മളെ കോപ്പി പേസ്റ്റ് ആണ് കുട്ടികളും. നമ്മളെ ജെമിനിയൊക്കെ പോലെ തന്നെ നമ്മൾ എന്താണോ പറയുന്നത് അതനുസരിച്ചാണോ ജെമിനി നമുക്ക് ഉണ്ടാക്കി തരിക. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ നമ്മളെ കുട്ടികൾ അങ്ങനെയല്ല, കറക്റ്റ്
നമ്മൾ എന്താണോ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്, കറക്റ്റ് നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, അവരും അതേപോലെയാണ് ഫോളോ അപ്പ് ചെയ്യുക. ഒന്നിലും അവര് മാറ്റം വരുത്തില്ല. നമ്മൾ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അതിന്റെ ലെങ്ത്തും അതിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കി അതേപോലെ ദേഷ്യം പിടിച്ചാൽ എങ്ങനെ ആൾക്കാരുടെ അടുത്ത് എന്താ അവർക്ക് മുന്നേറാം എന്നുള്ളതേ അവർ ചിന്തിക്കും. നമ്മള് ഹസ്ബൻഡ്സുമായിട്ട് വഴക്കിടുകയാണെങ്കിൽ ഭാവിയിൽ ഇത് എനിക്ക് പറ്റും. അവർക്ക് അതൊക്കെ അവർ ബ്രെയിനിൽ കയറ്റിക്കും. ആവശ്യമുള്ള കാര്യങ്ങളല്ല അവർ ബ്രെയിനിൽ കയറ്റിക്കുക. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്യല്ലേ. നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഓവർ തിങ്ക് ചെയ്യല്. അങ്ങനെയല്ല, നമ്മൾ മോദിജിക്ക് എന്ത് പറ്റും എന്നാണ് ചിലപ്പോൾ ചിന്തിക്കുക. മോദിജിനെ ആരോ വെടിവെച്ച് കൊല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ചിലപ്പോ ഫോണിൽ പ്രശ്നം വരും. അതുകൊണ്ട് ഞാനൊക്കെ ചിന്തിക്കാണ്ട് കേട്ടോ, അയാളപ്പോ ആരായിരിക്കില്ലേ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ. ഒരു കാര്യമില്ല, ഒരു ബന്ധമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മനുഷ്യനെ കുറിച്ച് ഞാൻ എടുത്തിട്ട് ചിന്തിക്കും. അയാളൊക്കെ എങ്ങനെ ആയിരിക്കില്ലേ മരിക്കുക, അയാളെയൊക്കെ ആരായിരിക്കില്ലേ വെടിവെച്ചിട്ട്, അയാളെ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ അയാളെ ഭാര്യ ഉണ്ട് അതിനെ പറഞ്ഞു കൊടുക്കായിരുന്നല്ലേ. ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ ചിന്തിച്ചു കൂട്ടുക. അതേപോലെ കുട്ടികളും അങ്ങനെ തന്നെ. നമ്മളെ ഹോബി വേസ്റ്റ് ആണ് കുട്ടികളും. അവര് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചിന്തിച്ചു കൂട്ടുക. ഒരു കാര്യമില്ലാത്ത കാര്യം അവരുടെ ബ്രെയിനിലേക്ക് എടുക്കും. നമ്മളെ ഹസ്ബൻഡ്സുമായിട്ട് വഴക്കിടുകയാണെങ്കിൽ അവരത് കണ്ടാൽ ആ അവള് പിന്നെ സ്നേഹിക്കുന്ന സമയത്ത് പോലും അവര് ചോദിക്കും, ഉമ്മയും ഇപ്പയും തല്ലുകൂടുകയാണോ? അങ്ങനെ ചോദിക്കൂലേ? ഉമ്മയും ഇപ്പയും തല്ലുകൂടുകയാണോ എന്ന് ചോദിക്കൂ. നമ്മൾ ഓരോരോ സമയം കുട്ടികളുടെ അടുത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മളെ ആക്ഷൻസ് ആണ് കുട്ടികളെ എല്ലാം തല കയറ്റി വെക്കുക. ഉം ദൃശ്യം ഫിലിമില്ലേ? ഉം ദൃശ്യം ഫിലിമില് പിന്നെ അവര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അവര് കണ്ടതാണ് കേൾക്കുന്നതിലേക്കാളും കൂടുതൽ ദൃശ്യമാണ് അവരുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. അതെന്താ? ആ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ആള് എന്താ അവര് ഒരു ദിവസം ഫുൾ ചുറ്റി കാണിച്ച് അവരുടെ ഉള്ളിലേക്ക് ആ തെളിവുകളൊക്കെ ബ്ലെയിം ചെയ്ത് വെച്ചത് കൊണ്ട് ദൃശ്യം അവരുടെ ഉള്ളിൽ ദൃശ്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് അതെന്താ അവർക്ക് അത് എല്ലാ തെളിവുകളോടെയും പറയാൻ പറ്റി എന്നുള്ളതാണ്. ഇത് കഥ പോലെ അവര് കേട്ടിരുന്നെങ്കിൽ അവർക്ക് അതുപോലെ നിൽക്കാൻ പറ്റുമോ? ദൃശ്യം 3 ഇപ്പൊ ഉണ്ടാവുമോ? ഇല്ലല്ലോ. കഥ പോലെ അവര് കേട്ടിനെ പറ്റൂല. പക്ഷെങ്കിൽ അവർ ഓരോരോ സ്ഥലത്ത് പോയി അവർ ഓരോരോ കാര്യങ്ങൾ കണ്ടു, അവർ ഓരോരോ കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് അവർക്കെല്ലാം സത്യസന്ധമായിട്ടുള്ള രീതിയിൽ കള്ളം പറയാൻ പറ്റി. അതേപോലെയാണ് നമ്മളെ കുട്ടികളും. നമ്മള് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ അവര് പെട്ടെന്ന് എന്താ ക്യാച്ച് ചെയ്യാൻ നോക്കും. നമ്മൾ തല്ലുകൂടുകയാണെങ്കിൽ അത് ക്യാച്ച് ചെയ്യാൻ നോക്കും. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതും ക്യാച്ച് ചെയ്യാൻ നോക്കും. നമ്മൾ ഫോണിൽ കളിക്കുകയാണെങ്കിൽ അവരും പിന്നെ ഒരു ടൈം ഫോണിൽ കളിക്കാൻ നോക്കും. നമ്മൾ ഫോണിൽ കളിച്ചിട്ട് മോനെ നീ പോയി പഠിച്ചോ, അല്ലെ മോളെ നീ പോയി പഠിച്ചോ എന്ന് പറയുകയാണെങ്കിൽ അവര് ചെയ്യോ? അവര് ചെയ്യായിരിക്കും അല്ലെ. എന്റെ കുട്ടിയൊന്നും ചെയ്യില്ല കേട്ടോ. എന്റെ കുട്ടി വേഗം പറയും ഉമ്മ ഫോണിൽ കളിക്കല്ലേ, ഞാൻ ടാബ് കളിക്കും. അപ്പൊ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവൻ പറയും ഉമ്മ വായിക്കല്ലേ, ഒറ്റ ബുക്ക് കൂടി വായിച്ചു കൊടുത്തിട്ട് വായിച്ചാൽ മതി എന്ന് പറയും. കാരണം നമ്മൾ വളർത്തുന്ന രീതി അനുസരിച്ചാണ് നമ്മളെ കുട്ടികളും വളരുക എന്നുള്ളതാണ് അല്ലെ. നമ്മള് ഫോണിൽ കളിച്ചിട്ട് കുട്ടികളോട് പഠിച്ചോ, നിന്റെ പഠനത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ ഫോണിൽ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞാല് ഇപ്പോഴത്തെ ഏതെങ്കിലും കുട്ടികളെ വിശ്വസിക്കോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരെങ്കിലും വിശ്വസിക്കുമെന്ന്? എനിക്ക് തോന്നില്ല കേട്ടോ. എന്റെ കുട്ടിക്കൊക്കെ എന്റെ കുട്ടി ഡിഫറെന്റ്ലി ഏബിൾഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അവന്റെ ഹെൽത്തിന് മാത്രമേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഭയങ്കര ബുദ്ധിയാ. അതുകൊണ്ട് അവനോട് ചോദിക്കുക ചെയ്യും, ഉമ്മ ഫോണിൽ അത് തന്നെയാണോ കാണുന്നത്, സത്യം പറയണം എന്നാലേ ഞാൻ പഠിക്കുമെന്ന്. അതായത് നമ്മൾ അവർക്ക് പറ്റിക്കപ്പെടാനുള്ളതല്ല, അവരെ നമ്മൾ പറ്റിച്ചിട്ട് കാര്യമല്ല. അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. കമ്പയർ ചെയ്ത് നമ്മൾ അവരെ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും വലിയ വലിയ കാര്യങ്ങളായാലും നമുക്ക് ചെറിയതായിരിക്കും, അവർക്ക് വലിയതായിരിക്കും അല്ലെ. നമ്മളിപ്പോ ഫോണിൽ നോക്കി അവരുടെ കാര്യങ്ങള് നമ്മൾ ഫോണിൽ നോക്കിയായിരിക്കും. അവരോട് ഈ പഠിച്ചോന്ന് പറഞ്ഞാൽ പഠിക്കില്ല, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. അതേപോലെ തന്നെയാണ് അവരോട് ഈ പണിയെടുത്തോന്ന് പറഞ്ഞാലായാലും അവരോട് വേറെ എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞാലും നമ്മൾ ഫോണിൽ നോക്കുകയാണെങ്കിൽ നടക്കൂല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്മളെ ഫോണ് മാറ്റിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നടക്കുകയില്ല അല്ലെ. തീരെ നടക്കുന്ന പരിപാടിയല്ല. ഫോണ് മാറ്റി വെച്ചിട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റും. ഫോണ് മാറ്റി വെച്ചിട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞാല് ഭയങ്കര റിസ്ക് ആണ് അല്ലെ. ആണെന്നോ അല്ലാന്നോ ആർക്കെങ്കിലും വലിയ കാര്യങ്ങളോ ഓർമ്മയുണ്ടോ? കമന്റ് ചെയ്യാൻ. ഫോണ് മാറ്റി വെച്ചിട്ടുള്ള ജീവിതം ഉഷാറാക്കി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നവര് കമന്റ് ചെയ്യൂ. എനിക്ക് ഫോണ് വേണ്ട, എനിക്ക് എന്റെ ലൈഫ് മതി, ഫോണല്ല ഇമ്പോർട്ടന്റ് എന്നുള്ളത്. ഓക്കെ, ഫോണാണ് ഇമ്പോർട്ടന്റ് അല്ലേ. ഉം നമ്മള് കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. അതില് ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി ഞാൻ തിന്ന പാത്രം കഴുകിക്കുക എന്നുള്ളതല്ല കേട്ടോ പറഞ്ഞതിന്. അതായത് അവരുടെ ടോയ്സ് ഒക്കെ പെറുക്കി പെറുക്കി മീൻസ് എടുത്തു വെക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്.
അതായത് നമ്മള് എല്ലാ കുട്ടികൾക്കും, കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ടോയ്സ് ഉണ്ടാവും അല്ലെ. ഉം നമ്മൾ ഈ ടോയ്സിലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ എന്താ സ്കൂളിൽ പോകുന്നതിന്റെ മുന്നേ എടുത്ത് വെക്ക്, അല്ലെ ഉറങ്ങുന്നതിന്റെ മുന്നേ എടുത്ത് വെക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ച് നോക്കി നോക്കി നോക്കാണ്ടി. അതായത് കുട്ടികള് ഞാൻ പറയുമ്പോൾ ഈ കുട്ടികളെ നമ്മൾ എപ്പോഴും കുഞ്ഞു കുട്ടികളായിട്ട് കാണണം. അവരെ തലയിൽ ഒന്നുമില്ല, അവർക്ക് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ കാണണം. അപ്പൊ നമ്മള് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യിക്കുക എന്നുള്ളതാണ്. അവർക്ക് അതൊരു അവരുടെ ചോയ്സ് ആയിട്ട് മാറും എന്നുള്ളതാണ്. എല്ലാ വീട്ടിലെ പണിയെടുക്കേണ്ടത് ഉമ്മയല്ല എന്നുള്ളതും, പിന്നെ അത് ഞങ്ങളെയും കൂടി പണിയാണ്. ഈ കുഞ്ഞു കുഞ്ഞു ടോയ്സ് പെറുക്കി വെക്കലാണെങ്കിൽ പോലും അത് എന്റെയും കൂടി പണിയാണ് എന്നുള്ളത് അവർക്ക് ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാതെ നമ്മളെ കുട്ടി നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന് മുന്നേ നമ്മളൊക്കെ പറഞ്ഞിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ കുട്ടി നമ്മൾ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല, നമ്മൾ പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല, അവൻ അവന്റെ ഇഷ്ടത്തിന് നടക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കുട്ടിയോട് നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടോ? ദേഷ്യം പിടിക്കാതെ പറഞ്ഞിട്ടുണ്ടോന്ന്. ഓക്കെ, ദേഷ്യം പിടിക്കാതെ നമ്മളെ കുട്ടികളോട് നമ്മളത് പറഞ്ഞിട്ടുണ്ടോ? ദേഷ്യം പിടിക്കാതെ നമ്മൾ അവരെ കമ്പയർ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ദേഷ്യം പിടിക്കാതെ നമ്മൾ അവരോട് നല്ല സ്നേഹത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം എന്നുള്ള. ഓക്കെ, നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നതും ദേഷ്യം പിടിക്കാതെ പറയുന്നതും രണ്ടും രണ്ടാണ്. രണ്ടും രണ്ട് ഫീലിങ്സ് ആണ്. ദേഷ്യം ദേഷ്യം പിടിച്ചിട്ട് പറയുമ്പോൾ എന്തായാലും അവർക്ക് നമ്മളോടും ദേഷ്യം കൂടും, നമുക്ക് അവരോടും അവരുടെ പ്രവൃത്തിയോടും ദേഷ്യം കൂടുക എന്നല്ലാതെ പിന്നെന്താ അവർക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ തോന്നൂല. പക്ഷെ നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ ഒരു കാമായിട്ട് മക്കളെ അതൊക്കെ എടുത്തു വെക്ക്, നമുക്കല്ലെ വേഗം കിടക്കണ്ടേ, അല്ലെങ്കിൽ വേഗം സ്കൂളിൽ പോകണ്ടേ, അല്ലെങ്കിൽ ഈ അത് എടുത്തു വെക്കുന്നത് ഞാനൊന്ന് കാണട്ടെ, ഏതൊക്കെ ഏതൊക്കെ രീതിയിൽ ഈ എടുത്തു വെക്കും എന്നൊക്കെ പറയുമ്പോ അവർക്കും എന്താ ഞാനൊരു വലിയ സംഭവമായിട്ട് എന്ന് തോന്നും. കുട്ടികളെ നമ്മൾ ഏറ്റവും ആദ്യം തൊട്ട് ചെറുപ്പത്തിലെ ഒരു വലിയ ഹീറോയാണ്. അവര് ചെയ്യുന്നതെല്ലാം അടിപൊളിയാണ് എന്ന് പറയരുത്, അവര് ചെയ്യുന്നതിലും കാര്യമുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ലൈഫില് അവർക്കും ഒരു എന്താ ബഹുമാനവും കാര്യങ്ങളും ഒക്കെ തോന്നും. നമ്മളെ കുട്ടികൾ നമ്മളെ ബഹുമാനിക്കണം എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന പാരന്റ്സ് ഉണ്ടാവും. നമ്മൾ പറയുന്നത് എന്നെ കേൾക്കണം, നമ്മൾ പറയുന്നത് എന്നെ ബഹുമാനിക്കണം, നമ്മൾ പറയുന്നത് എന്നെ പോലെ നിൽക്കണമെന്ന്. പക്ഷെങ്കില് ആ ബഹുമാനം നമ്മൾ അവർക്ക് കൊടുത്താലേ കിട്ടും. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് കേൾക്കില്ല, അത് നമ്മൾ അത് കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവര് റോൾ മോഡൽ ആക്കണമെങ്കിൽ നമ്മൾ അവർക്ക് അതുപോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മളെ അവര് റോൾ മോഡൽ ആക്കണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം, ചെയ്തു കൊടുക്കണം, എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ശേഷം അവരത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താം. കുറെ വട്ടം പറയണം കേട്ടോ, ഒരു 10 വട്ടോ 20 വട്ടോ 30 വട്ടോ 40 വട്ടോ 50 വട്ടോ 60 വട്ടോ ഒക്കെ പറഞ്ഞതിന് ശേഷം ചെയ്തില്ലെങ്കിൽ മാത്രം നമുക്ക് അവരെ കുറ്റപ്പെടുത്താം എന്നുള്ളതാണ്. അവരുടെ റോൾ മോഡൽ എപ്പോഴും നമ്മളായിരിക്കും. നമ്മളല്ലാതെ അവർക്ക് മറ്റൊരു റോൾ മോഡൽസ് ഉണ്ടാവില്ല. ഈ ഗാന്ധിജിനെയും നെഹ്റുവിനെയും ഒന്നും പിടിച്ച് അവരിപ്പത്തെ ചെറുപ്പത്തിലെ റോൾ മോഡൽസ് ആക്കൂല, അല്ലെ? നമ്മളെയാണ് അവര് റോൾ മോഡൽസ് ആക്കുക. നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ എങ്ങനെ ഫോൺ ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ ഫോണിൽ കാണുന്നു, നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്നു, നമ്മൾ സ്കൂളിൽ പോയാൽ എങ്ങനെ ഇതാക്കുന്നു, നമ്മൾ പുറത്തു പോയാൽ എങ്ങനെ ഇതാക്കുന്നു, പുറത്ത് ഫുഡ് കൊടുക്കുന്നതിൽ എങ്ങനെ ഉണ്ട്, ഒക്കെ നമ്മളിലാണ് അവര് നോക്കുക. അവര് നമ്മൾ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നു അതേ രീതിയിലാണ് അവരും പഠിക്കുക. നമ്മൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അതേ അവര് നമുക്കും തരുന്നുള്ളൂ. അതേപോലെ അവരുടെ ഇമോഷൻസിനെ നമ്മൾ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളൊക്കെ കരയുമ്പോൾ അത് വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ഞാൻ കുട്ടികളെ മാറ്റി നിർത്തുന്ന പാരന്റ്സ് ഇല്ലേ? നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? അവര് ചെറിയൊരു ടോയ് പൊട്ടിയതിനായിരിക്കും കരയുക, പക്ഷെങ്കിൽ നീ അതൊന്നൊക്കെ അവിടെ വിട്ടിച്ച് ഞാനിങ്ങ് പോര് എന്ന് പറയുന്ന പാരന്റ്സ് ഉണ്ടോ? അതൊക്കെ അത്ര വലിയ കാര്യമാണോ എന്ന് പറയുന്ന പാരന്റ്സ് ഉണ്ടോ? ഒരു പേപ്പർ കീറിയാൽ പോലും കരയുന്ന കുട്ടികളുണ്ടാവും. ചെറിയൊരു പേപ്പർ കീറിയാൽ പോലും അതൊക്കെ അവിടെ ഇട്ടിച്ചോ, ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുന്ന പാരന്റ്സ് ഉണ്ടാവും അല്ലെ? പക്ഷെങ്കില് അവർക്ക് അത് വലുതായിരിക്കും. നമ്മൾ ചുരത്തിൽ പോയാല് 9-ാം വളവ് കയറിയ 1-ാം വളവ് ചെറുതും 9-ാം വളവ് വലുതുമായിട്ട് തോന്നും. അതേപോലെയാണ് നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ ചിലതും. അവർക്ക് 9-ാം വളവ് വലുതായിരിക്കും, നമുക്ക് എന്താ 9-ാം വളവിന്റെ അത്ര ഉണ്ടാവില്ല 1-ാം വളവ്. ഐ മീൻ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം.
അവർക്കിപ്പോ ഒരു ടോയ് പൊട്ടിയതാണെങ്കിൽ പോലും നമ്മൾ അതിനെ വാല്യൂ ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അത് വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വാല്യൂ ചെയ്യുമ്പോൾ ഓക്കെ, എന്റെ ഉമ്മക്ക് അല്ലെ എന്റെ പാരന്റ്സിന് എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും എന്ന് അവർക്ക് തോന്നും. ഉം അല്ലെങ്കിൽ നമ്മൾ അത് വാല്യൂ ചെയ്യാതെ ആ ഒരു ടോയ് പൊട്ടിയതിനോ അല്ലെങ്കിൽ അവരിഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യാത്തതിനോ അവര് വാശി പിടിച്ച് കരയുമ്പോ എന്താ, നിങ്ങള് അവിടെ ഇരുന്ന് കരയണോന്നില്ല, മര്യാദയ്ക്ക് എണീറ്റിട്ട് പോര്, അല്ലെങ്കിൽ അതൊക്കെ അല്ലേ, അത് വലിയ കാര്യാക്കണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് എന്തെന്നാ വരികയെന്ന് വെച്ചാല് എന്റെ ഫീലിങ്സിന് വാല്യൂ ഇല്ല എന്നുള്ളതാണ്. അവരുടെ കുഞ്ഞു കുഞ്ഞു ഫീലിങ്സ് ആണെങ്കിൽ പോലും നമ്മൾ അതിന് വാല്യൂ ചെയ്താല് അവർക്ക് നമ്മളിൽ നല്ല ബഹുമാനം ഉണ്ടാവും. അവര് നമുക്കും വാല്യൂ തരും. നമ്മൾക്ക് നമുക്ക് എന്തെങ്കിലും പെയിൻ ആയിട്ട് കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പനിയോ എന്തെങ്കിലും ആവട്ടെ, വാട്ടവർ, നമ്മൾ അവിടെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അവർ നമ്മളോട് വന്ന് ചോദിക്കും എന്ത് പറ്റി എന്ന് ചോദിക്കും. നമ്മളെ കുട്ടികൾ അങ്ങനെ വന്ന് ചോദിക്കണ്ടേ നമുക്ക്? അല്ലെങ്കിൽ അത് അവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ, ഞാൻ എന്റെ പണിക്ക് പോട്ടെ എന്ന് ചിന്തിക്കുകയാണോ വേണ്ടത്? അല്ലല്ലോ. നമ്മളുടെ കുട്ടികള് നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മളടുത്ത് വന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും അവരോട് പോയി ചോദിക്കണം എന്നുള്ള. നമ്മൾ അവരോട് ചോദിക്കണം എന്താ പറ്റിയേ, ടോയ്സ് പൊട്ടിയോ എന്ന്, നമുക്ക് അത് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് പൊട്ടിയത് നന്നാക്കാം. അതും പറ്റൂലെങ്കിൽ സാരല്ല, എന്ത് പറ്റി സാരല്ല, നമുക്കത് റെഡിയാക്കാം, ഇതിലും വലുത് വാങ്ങാം, അല്ലെങ്കിൽ എന്റെ കൈ മുറിഞ്ഞില്ലല്ലോ, അതും അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ ഫീലിങ്സ്, അവരെന്തിനാണോ കരയുന്നത് ആ ഫീലിങ്സിനെ അവരുടെ ഒപ്പം നിന്നുങ്ങാന് നമ്മൾ ഷെയർ ചെയ്തിങ്ങാന് അവിടെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ കുഞ്ഞു കാര്യമുണ്ട്, ആൺകുട്ടികൾ കരയലില്ല, അല്ലെങ്കിൽ ധൈര്യമുള്ളവര് കരയലില്ല, മറ്റോല് കരിയല്ല മരിച്ചോല് കരിയല്ല എന്ന് പറഞ്ഞു കൊടുത്തെങ്ങനെ അവരെ ബ്ലെയിം ചെയ്യല്ല വേണ്ടത്. കരയാൻ കരയാൻ വന്ന ആരായാലും കരയണം, അത് ആണാണോ പെണ്ണാണോ വേറെന്താണോ എന്നുള്ളതല്ല. കരയാൻ വന്നാൽ നമ്മൾ കരയണം, ചിരിക്കാൻ വന്നാൽ നമ്മൾ ചിരിക്കണം, അല്ലെ? നമ്മളെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതില് ഈ ആൺകുട്ടികൾ കരയലില്ല, ആറ്റേല് കരയലില്ല എന്നുള്ളത് നമ്മൾ ഈ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന എന്താ ഒരു ആസിഡാണ്. അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കും ചെറുപ്പത്തിൽ കുട്ടികൾക്ക്. കരയാൻ പറ്റൂല, കരയാൻ പറ്റൂല, കരയാൻ പറ്റൂല. അപ്പൊ ഈ വലിയ കാര്യത്തിൽ വന്നെങ്കിൽ വല്ല ഇമോഷൻസ് ഉണ്ടായാൽ പോലും അവര് കരയൂല. കാരണം എന്താ, ചെറുപ്പത്തിലേ കിട്ടിയത് കരയാൻ പറ്റൂല, കരയാൻ പറ്റൂല, ആൺകുട്ടികൾ കരയാൻ പാടില്ല, മീശയുള്ളവര് കരയാൻ പാടില്ല. ഞാൻ കേട്ട തോട്ടാട്ടോ, മീശയുള്ള ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആൺകുട്ടികൾ തന്റേടുള്ള ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നുള്ളതൊക്കെ. കാരണം അവരുടെ ലൈഫിൽ അവർ കേട്ടിട്ടുള്ള സംഭവം ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളെ കുട്ടികളോട് നിങ്ങൾക്ക് കരച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ അത് കരഞ്ഞു തീർക്ക്. നിനക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം പറഞ്ഞു തീർക്ക് എന്ന് പറയാന്നല്ലാതെ അടിച്ചു തീർക്കുന്നു പറയരുത് കേട്ടോ. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്ന് പറയാം. അതേപോലെ കരച്ചിൽ വന്നിട്ട് നീ അത് കരഞ്ഞു തീർക്ക്, നിന്റെ ഫീലിങ്സ് എന്താണെന്ന് പറയും. നിനക്ക് ഞാനുണ്ട്. ഏറ്റവും മനോഹരമായ വാക്കുകളല്ലോ നിനക്ക് ഞാനുണ്ട് എന്ന് പറയലല്ലേ. നിനക്ക് ഞാനുണ്ട് എന്ന് ഒരു പാരന്റ് ഒരു കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് മതിയാവും. നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ തെറ്റുകൾ തിരുത്താനായാലും നിന്റെ വിഷമങ്ങളിലായാലും നിന്റെ ടോയ്സ് പൊട്ടിയത് നന്നാക്കാനായാൽ പോലും അനക്ക് ഞാനില്ലേ മോനെ, അനക്ക് ഞാനില്ലല്ലേ മോളെ, അനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞാല് തീരാവുന്ന വിഷമം ആ കുട്ടിക്ക് ഉണ്ടാവും. ഒരു 2 3 വയസ്സുള്ള കുട്ടിക്കോ അല്ലെ 5 വയസ്സുള്ള കുട്ടിക്കോ അപേക്ഷിച്ച് അത്രേ വിഷമേ ആ കുട്ടിക്ക് ഉണ്ടാവും. ഒരു ടോയ്സ് പൊട്ടിയിട്ടോ വേറെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എടാ നിനക്ക് ഞാനുണ്ട്, സാരല്ല, നമുക്ക് ശരിയാക്കാം, അല്ലെ നമുക്ക് പുതിയ ഒന്ന് വാങ്ങാന്ന് പറയുമ്പോ അവർക്ക് കാരണം ഒരു ഹോപ്പ് നമ്മൾ അവിടെ കൊടുത്തു വാങ്ങാന്നറിയാം. ഇനി പൈസ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഭാവിയിൽ നമുക്ക് ഇത് വാങ്ങാം, ഇതിലും വലുത് വാങ്ങാം, അല്ലെ നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ, അവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്ത് അവർക്ക് തോന്നിയാല് അവർക്കത് മതി. അവർക്ക് മതി. അവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്ത് എന്ന് തോന്നിയാൽ അവർക്ക് നമ്മളിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാവും. അവർക്ക് നമ്മളിൽ ഒരു സുരക്ഷിതത്വം, അവർക്ക് എന്താ, എന്റെ ടോയ്സ്, ചെറിയ കുഞ്ഞു ടോയ് പൊട്ടിയ പോലും എന്റെ ഉമ്മ വലിയ കാര്യമാക്കി എടുത്ത് എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിൽ അത് അവരുടെ ഉള്ളിലേക്ക് എഫക്ട് ചെയ്യും. അവർ വിചാരിക്കും എന്റെ ഉമ്മ അത് വലിയ രീതിയിൽ അത് നല്ല രീതിയിൽ എടുത്തല്ലോ, എന്റെ ഉമ്മ അതിന് വാല്യൂ കൊടുത്തല്ലോ, അപ്പൊ എന്റെ ഉമ്മന്റെ ഒരു എന്തെങ്കിലും അത് വീണാല് ഉമ്മ പോട്ടെ സാരല്ല എന്ന് പറയാൻ മോനും പറ്റും. നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഈ സാധനം സാരല്ല, അത് പൊട്ടിപ്പോട്ടെ, അത് സാരല്ല, അമ്മ പുതിയ വാങ്ങാം, അല്ലെ സാരല്ല മോന്റെ ഒപ്പം അമ്മ അല്ലേ. അങ്ങനെ എല്ലാ മക്കളും ഒരുപോലെ അല്ല കേട്ടോ.
ഓരോ മക്കളും ഓരോ തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ മക്കളെ വളർത്തുന്ന രീതിയും എല്ലാ പാരന്റ്സിന്റെ കയ്യിലുണ്ട്. അതിന് പ്രത്യേകിച്ച് ക്ലാസ് കേക്ക് ആക്കിയൊന്നും വേണ്ട. അവനവന്റെ കയ്യില് എന്താ എല്ലാ മക്കളെയും വളർത്തുന്ന രീതിയുണ്ട് അല്ലെ. എല്ലാ പാരന്റ്സിന്റെ കയ്യിലും എല്ലാവർക്കും ഒരു മിറാക്കിൾസ് കിട്ടിയിട്ടുണ്ടാവും. എന്താ, എനിക്കറിയാം എന്റെ കുട്ടീനെ വളർത്താന്നുള്ളത്. പക്ഷെങ്കില് അത് അവരുടെ എന്താ ഒരു തരം ട്രോമയിലേക്ക് വളർത്തരുത് എന്നട്ടോ. എല്ലാ കാര്യങ്ങളും പാരന്റ്സ് ചെയ്തു കൊടുത്ത് വളർത്തരുത് എന്ന് കൊണ്ടിട്ടോ. എന്ന് വെച്ചാല് അവർക്ക് ചെറുപ്പത്തിലെ കുറെ ചോയ്സ് കൊടുക്കണം. മിസ്സിനൊക്കെ ഉറപ്പ് വെക്കുന്നോ? ഇല്ല ഇല്ല, മിസ്സിന കണ്ണിൽ കുരു ഉണ്ട്, ആ കണ്ണ് ചെറുതായിട്ടില്ല. സാരല്ല, ഉറപ്പ് വെക്കാതെ സാരല്ല. അല്ല, ഉറക്ക് നോക്കിയില്ലേ? ഓക്കെ. നമ്മള് എന്താ കുട്ടികൾക്ക് എല്ലാത്തിനും സമ്മതം കൊടുത്ത് അതേപോലെ കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്ത് വളർത്തരുത് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് കുട്ടികൾക്ക് ഒരു ഡ്രസ്സ് എടുക്കുന്നതാണെങ്കിലും ഒരു ടോയ്സ് ഗിഫ്റ്റ് ചെയ്തതാണെങ്കിലും ഈവൻ ഒരു ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾക്ക് അവർക്ക് ചോയ്സ് കൊടുക്കണം. നിങ്ങൾ ആരൊക്കെ കുട്ടികൾക്ക് ചോയ്സ് കൊടുക്കുന്നുണ്ട്? ഒരു ഫുഡ് ഡ്രസ്സ് എടുക്കാൻ പോയാല്, ഡ്രസ്സിന്റെ പറയാം, ഓക്കെ, ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാല് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണോ അവരെടുക്കുക അതോ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണോ അവരെടുക്കുക? നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട, അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആയിരിക്കും അല്ലെ എല്ലാവരും എടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾ പാരന്റ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണോ എടുക്കുക? ഒരു 5 വയസ്സ് വരെ അവന്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് എടുത്തിരുന്നെ. പക്ഷെ ഞാൻ പേളിമാണിനെ അറിയോ? നമ്മളെ യൂട്യൂബറും കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ ആള് പറഞ്ഞൊരു തോട്ട് ഇങ്ങനെ കേട്ടാരെ ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഡ്രസ്സായാലും അവനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സായാലും ഇനി ഷോപ്പിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സായാലും ഞാൻ ചോയ്സ് കൊടുക്കും. ഇതിൽ ഏത് ഡ്രസ്സാണ് നിനക്ക് ഇഷ്ടമായത് അത് നീ എടുത്തോന്ന് പറഞ്ഞ് ഞാൻ ചോയ്സ് കൊടുക്കും. അതേപോലെ നമ്മൾ കുട്ടികൾക്ക്, ഞാൻ എന്നെ SP ആക്കി പറയാനല്ല കേട്ടോ, എനിക്ക് എന്നെ അല്ലാതെ വേറെ ആരെയും പറയാനില്ല, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം നമ്മളെ കുട്ടികൾക്ക് ചോയ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടത്തിന് എടുത്തു കൊടുക്കുക എന്നുള്ളതല്ല. അവർക്ക് ഡ്രസ്സൊക്കെ പെരുന്നാൾക്കോ എന്തെങ്കിലും ഫംഗ്ഷൻസിനോ ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ 2 ഡ്രസ്സോ 3 ഡ്രസ്സോ ഒക്കെ കാണിക്കുക. അതിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കൂടി ഇൻവോൾവ് ചെയ്യുക, അവിടെ വെക്കാം. എന്നിട്ട് ഇതിൽ ഏത് ഡ്രസ്സാണോ നിനക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുക. ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സായിരിക്കും അവര് പറയാം, പക്ഷെങ്കിൽ ചോയ്സ് കൊടുക്കണം. അവരോട് ചോദിക്കണം നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടമെന്ന്. അപ്പൊ അവര് ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, വേറെ ഉള്ള ഇഷ്ടമുള്ളത് എടുക്കാം, അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ചിലപ്പോ ഷോപ്പിൽ ഏറ്റവും വലിയ ഡ്രസ്സ് എടുക്കാം. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് അവിടെ അവരുടെ ചോയ്സ് കിട്ടി എന്നുള്ളത് അവർക്ക് തോന്നണം. എന്റെ ഡ്രസ്സ് എടുക്കാന് ഉമ്മ എന്നെ സമ്മതിച്ചു. അപ്പൊ അങ്ങനെ തോന്നി തുടങ്ങുമ്പോ അവർക്ക് അവരുടെ ലൈഫിലെയും ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റുക. ഡ്രസ്സ് എടുക്കുന്നതിലോ അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സും കടയിലോ ഒക്കെ കയറി ഞാൻ ഏത് ഫ്രൂട്ട് വാങ്ങണേലോ, ഈ ഫ്രൂട്ട് ഞാൻ പറയൂട്ടോ, വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഫ്രൂട്ട്സ് വാങ്ങുന്നതിലോ അല്ലെങ്കിൽ അവരുടെ ബുക്സ്, ബാഗ്, പെൻസിൽ പോലും സെലക്ട് ചെയ്യുന്നതിൽ അവരെയും കൂടി കൂട്ടാന്നുള്ളതാണ്. നമ്മള് പോയി ഞാന് എന്താ നമ്മള് പോയി നമ്മളെ ഇഷ്ടത്തിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്ന ആ ഒരു ഇത് മാറ്റി അവരെയും കൂടി കൂട്ടാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതേ പൊസിഷനിൽ പറയും അവരെയും കൊണ്ട് പോയാല് ഷോപ്പ് മൊത്തം വാങ്ങിയിട്ടേ അവര് വരൂ അല്ലെ. പക്ഷെ അവർക്ക് ഷോപ്പ് മൊത്തം ഒന്നും വേണ്ടി വരൂല. അവര് ആഗ്രഹിക്കുന്ന ചിലപ്പോ ചെറിയ കുഞ്ഞ് എറേസർ ആയിരിക്കും അവർക്ക് വേണ്ടി വരിക. അത് വാങ്ങിക്കൊടുത്താൽ അവര് ഹാപ്പിയാണ്. ഷോപ്പ് മൊത്തം വാങ്ങി കൊണ്ടുപോകേണ്ടി വരും. നമ്മൾ അവരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയാൽ ആ ഷോപ്പിലുള്ളത് മൊത്തം അല്ലെ അവൻ വാങ്ങിക്കൊണ്ടുവരും, അല്ലെ ആ ഷോപ്പ് മൊത്തം അടിച്ച് തകർത്തിട്ടേ അവൻ പോരും എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ എവിടെന്നെങ്കിലും ഈ കുട്ടി അത് കേൾക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് കയറും. അപ്പൊ എന്താ, ഞാൻ ഇനി അങ്ങനെ ചെയ്യണം എന്നായിരിക്കും കുട്ടി ചിന്തിക്കുക. അല്ലെങ്കിൽ ചിലപ്പോ ചെറിയൊരു തൂവാലയായിരിക്കും കുട്ടിക്ക് ആവശ്യം ഉണ്ടാവുക, ചെറിയ കുഞ്ഞു കാര്യങ്ങൾ, മുട്ടുസൂചി ആയിരിക്കും കുട്ടിക്ക് ആവശ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താ ചെറിയ ഇട്ടാപ്പൊട്ടി എന്നൊക്കെ പറയും. എന്റെ കുഞ്ഞിനൊക്കെ ഒരു ഇട്ടാപ്പൊട്ടി മതി, എല്ലാ ഷോപ്പിലും കയറിയ ഒരു ഇട്ടാപ്പൊട്ടി, ഒരു പടകാണ്, അത് മതി. അവന് ഹാപ്പി. ഒരു 20 ഉറുപ്പ്യന്റെ ഒരു സാധനം ഉണ്ട്, അത് വാങ്ങിക്കൊടുത്താൽ അവന് ഹാപ്പിയാണ്. ഓരോ മക്കൾക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി. എല്ലാ മക്കളും അല്ല കേട്ടോ, ചില മക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി, അത് വാങ്ങിക്കൊടുത്താൽ അവർ ഹാപ്പിയാണ്. അതിനാണ് നമ്മൾ വലിയ ബിൽഡപ്പ് കൊടുത്ത് നിങ്ങൾ എവിടേക്കും കൊണ്ടുപോകാൻ പറ്റൂല, നിങ്ങളെയും കൊണ്ടുപോയാൽ ഷോപ്പ് നിങ്ങൾ തകർക്കും, ഷോപ്പിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണമെന്നൊക്കെ പറയാം. അപ്പൊ അതില് നമ്മൾ അവരെ ചോയ്സ് നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനും കൊടുക്കാനുള്ള ആ ഒരു
സംഭവല്ലേ. നമ്മൾ സെയിൽ ചെയ്യാനും ഒക്കെ ഉള്ള ഈ സാധനം എത്ര പൈസക്ക് കൊടുത്താൽ ഈ സാധനം കിട്ടുന്നു, ഈ സാധനം ഇത്ര കാര്യമാണ് എന്നുള്ളതും അതൊന്നും മനസ്സിലാവാണ്ട് പോകും. നമ്മൾ അതൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ചില എല്ലാ കുട്ടികൾക്കും അറിയാൻ മതിയാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്റെ കുട്ടിക്ക് അതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പഠിപ്പിച്ചിട്ട് 9 കൊല്ലമായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും സ്റ്റിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാന് അതേപോലെ എല്ലാ പാരന്റ്സിനെയും കാണില്ല. ചില പാരന്റ്സിനൊക്കെ കുട്ടികളൊക്കെ 10 റുപ്യൊക്കെ കൊണ്ടുപോയാല് ഷോപ്പിൽ പോയി മുട്ടായൊക്കെ വാങ്ങി കൊണ്ടുവരുന്ന കുട്ടികളുണ്ടാവും. നല്ല കാര്യമാണ്. പക്ഷെ അവരെ ചോയ്സ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. ഏഹ് അവർക്ക് ചോയ്സ് കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊടുക്കുക, അതേപോലെ കുഞ്ഞു കുഞ്ഞു ജോലികൾ പറഞ്ഞു കൊടുക്കുക, അത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക, അതായത് എന്താ തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കുക എന്നതൊക്കെ നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്ന ഇപ്പം ചെയ്തു കൊടുക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഉം അതുപോലെ നമ്മള് ചിട്ടകൾ പഠിപ്പിക്കുക എന്ന് പറയും. നിങ്ങള് കുട്ടികൾക്ക് ഇന്ന സമയത്ത് എണീക്കണം, ഇന്ന സമയത്ത് കിടന്നുറങ്ങണം, ഇന്നതുപോലെ നടക്കണം എന്നൊക്കെ പറയലുണ്ടോ ആരെങ്കിലും? ഉറക്കത്തിന്റെയും പഠനത്തിന്റെയും കളിന്റെയും ഒക്കെ കാര്യത്തില് ഈ ഈ ഒരു 9 മണിയാകുമ്പോഴേക്ക് നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്ന ഏതെങ്കിലും പേരന്റ് ഉണ്ടോ? അല്ലെങ്കിൽ നമ്മളപ്പുറം തന്നെ കുട്ടികളെ കിടത്തി ഉറക്കലാണോ? യെസ് ഓർ നോ എങ്കിലും കമന്റ് ചെയ്യുക. ആരെയും കാണുന്നില്ല, ഞാൻ ഈ മിസ്സിനെ മാത്രമേ കാണുള്ളൂ. ഓളാണെങ്കിൽ മഞ്ച് തേക്കുകയാണ്, വേറെ ആരെയും കാണുന്നില്ല. ഓക്കെ ഓക്കെ, ടൈം ഉണ്ടോ? ഓക്കെ, ഞാൻ ഇതുകൂടി പറഞ്ഞിട്ട് നിർത്താം. നമ്മൾ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തില് അവർക്ക് ചിട്ടകൾ കൂടി പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. ഉം അവരെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടൈമിന് ഉറക്കുക, അതേപോലെ ഒരു ടൈമിന് എഴുന്നേൽപ്പിക്കുക, അതേപോലെ ഇന്ന ടൈമിന് ഫുഡ് കഴിക്കുക. നീ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇന്ന ടൈം തീർത്തുകൊണ്ട് ഫുഡ് കഴിച്ച് തീർക്കണം എന്നല്ല കേട്ടോ, ഇന്ന സമയത്ത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഉം 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ എടുത്തോട്ടെ ഫുഡ് കഴിക്കാന്. പക്ഷെങ്കില് ഒരു ഉച്ചക്ക് 1 മണിയൊക്കെ ആകുമ്പോ നീ ഫുഡ് കഴിച്ചോ, അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് പറയാനോ സഫ്വാന, നിങ്ങൾ ഇന്നെ ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിൽ പറഞ്ഞുതരാം. കാരണം എല്ലാവർക്കും ലേണിംഗ് ഡിസബിലിറ്റിന്റെ ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അപ്പൊ നമ്മൾ കുട്ടികൾക്ക് നല്ല ചിട്ടകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് നല്ല ശീലം, ഒരു കുഞ്ഞു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി. ഓക്കെ, വേണ്ടവരൊക്കെ ഉണ്ടല്ലോ, മിസ് ഞാൻ നിങ്ങളൊന്ന് നമ്പർ കൊടുത്താൽ മതി. ഉം അപ്പൊ കുട്ടികൾക്ക് ചിട്ടകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു 9 മണിയൊക്കെ ആകുമ്പോ കിടത്തി ഉറക്കി, അതേപോലെ രാവിലെ മദ്രസിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഒരു 7 മണി 6 മണിയൊക്കെ ആകുമ്പോ എഴുന്നേൽപ്പിച്ച് നമ്മളെ ഉം ഞാൻ ഇസ്ലാമിനെ പറ്റി പറയാം. നമ്മളെ മതപ്രകാരം ഒരു സമയമാകുമ്പോ നിസ്കാരമൊക്കെ പഠിപ്പിക്കേണ്ട ടൈമൊക്കെ വരുമ്പോ അത് പഠിപ്പിച്ച് അതിന്റെ ടൈമിലേക്ക് കുട്ടികളെ ഉറക്കി ആ ഒരു ഇതാകുമ്പോ അവർക്ക് അവരെ ഹെൽത്തിന് നല്ലതാണ്. ഉം ഒരു 9 മണിയാകുമ്പോഴേക്കും കുട്ടീനെ ഉറക്കുക, രാവിലെ ആ ടൈം ആകുമ്പോഴേക്കും കുട്ടീനെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതൊക്കെ അവരുടെ ലൈഫിൽ അവർക്ക് ചിട്ട കൊണ്ടുവരാൻ അവരെ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ സ്കൂൾ വിട്ട് വരുമ്പോ കറക്റ്റ് യൂണിഫോം ഒക്കെ ഇന്ന സ്ഥലത്ത് വെക്കുക, ഇന്ന ചെരുപ്പ് ഇന്ന സ്ഥലത്ത് വെക്കുക, അതൊക്കെ അവരുടെ ജോലികളായിട്ട് അവരെ മാറ്റുക എന്നുള്ളതാണ്. അല്ലെ, എന്താ പറയാ, ബാഗ് ചില മക്കളുണ്ട് ബാഗ് എടുത്ത് എറിയുന്ന മക്കള്. ആ സ്ഥാനത്ത് മാറ്റി ബാഗ് ഇനി എന്റെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് നോക്ക്, നല്ല രസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാല് ചെറുപ്പത്തിലേ പറയണം കേട്ടോ. ചെറുപ്പത്തിലേ പറഞ്ഞാൽ കുട്ടികൾക്ക് തോന്നും ആ അത് നല്ലൊരു കാര്യമാണല്ലോ, ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് വെച്ചാൽ അവർ ആ എറിഞ്ഞ ബാഗ് ചിലപ്പോ അവരുടെ ടേബിളിൽ കൊണ്ടുപോയി വെക്കും. അപ്പൊ പിറ്റേന്ന് വരുമ്പോ നമ്മൾ പറയാം ഇന്നലെ നീ വെച്ചത് നല്ല രസം ഉണ്ടായിരുന്നു, ഇന്നും വെക്കുന്ന പറഞ്ഞാൽ ഒരു 2 3 ദിവസം പറഞ്ഞാൽ മതി, 4-ാം ദിവസം അവർ ചെയ്തോളും. ഇതേപോലെ തന്നെ ഇനി എന്താ സ്കൂളിട്ട് വന്നു കാണാൻ അന്നപ്പോ കുളിക്കേണ്ട പേരൻസ് ഉണ്ടാവും, അന്നപ്പം തന്നെ കുളിക്കേണ്ടാത്ത പേരൻസ് ഉണ്ടാവും. എനിക്ക് എന്റെ കുട്ടി സ്കൂളിട്ട് വന്ന സ്പോട്ട് കുളിക്കണം കേട്ടോ. ചിലപ്പോ അവന് യൂറിനൊക്കെ പോയിട്ടായിരിക്കും വരിക, അന്നപ്പോ ഞാൻ കുളിപ്പിച്ചിട്ടാണ് വീട്ടിലേക്ക് വൃത്തിയിലാണ് കയറ്റുക. കാരണം അവന്റെ മേത്തൊക്കെ യൂറിനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോ അത് അത് അവൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യും. സ്കൂളിട്ട് വരും, ബാഗ് അവന്റെ വെക്കേണ്ട സ്ഥലത്ത് വെക്കും, അവൻ കറക്റ്റ് പോയി. ഞാൻ ഒരു 2 ഇയേഴ്സ് ഒക്കെ ആയിട്ട് ഞാൻ ട്രെയിൻ ചെയ്ത് 2 ഇയേഴ്സ് ആട്ടോ ഞാൻ ട്രെയിൻ ചെയ്തതുകൊണ്ട് അവന് യൂണിഫോം കഴിച്ചു വെച്ച് കുളിച്ച് നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അത് നമ്മൾ ട്രെയിൻ ചെയ്തിലൂടെ നമ്മൾ അവർക്കൊരു ചിട്ട കറക്റ്റ് ചിട്ട കൊടുത്താൽ പിന്നെ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യും എന്നുള്ളതാണ് അല്ലെ. നമ്മൾ അവർ ഉറങ്ങാനാണെങ്കിലും എഴുന്നേൽപ്പിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും അവർക്കൊരു ടൈം കൊടുത്താല് ഇന്ന ടൈമിൽ സ്കൂളിൽ 4:00-ക്ക് വരുന്ന കുട്ടിയാണെങ്കിൽ 4:30 മുതൽ 5 മണി വരെയോ അല്ലെ 6 മണി വരെയൊക്കെ
നീ കളിച്ചോ, നീ ഫുള്ള് പുറത്ത് പോയി കളിച്ചോ, ഫുഡൊക്കെ കഴിച്ചിട്ടോ, നീ കഴിക്കുന്ന കുട്ടികളുണ്ടോ കഴിക്കാതെ കുട്ടികളുണ്ടാവും, അപ്പൊ കഴിച്ചിട്ടോ കഴിക്കാതെയോ നീ പുറത്തൊക്കെ പോയി കളിച്ചോ, കളിച്ച് വന്നോ എന്നൊക്കെ പറഞ്ഞു കൊടുത്താല് എന്താ അവർക്കും അതൊരു സന്തോഷമായിരിക്കും. അല്ലെ ചില പാരന്റ്സ് ഉണ്ട്, എന്താ പറയാ, കറക്റ്റ് വന്ന് എന്നാ പഠിക്കാനിരുന്നോ എന്ന് പറയും. നമ്മൾ ഇരുത്തരുത്. ഒരു മഗ്‌രിബിന് ശേഷം പഠിക്കാൻ ഇരുത്തുക എന്നുള്ളതാണ്. ചെറിയ കുട്ടികളൊക്കെ അല്ലേ, ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും ആ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള പ്രഷർ മൊത്തം ഈ നമ്മളെ എവിടേക്കെങ്കിലും അവരൊന്ന് കളയട്ടെ, എന്നിട്ട് അവര് പഠിക്കട്ടെ. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പഠിച്ചു തീരാവുന്നതേ ഉള്ളൂ, അത്രയൊക്കെ പഠിക്കാനുണ്ടാവും. പിന്നെ ഇനി കുറേ പഠിക്കാനുണ്ടെങ്കിലും സമാധാനപരമായിട്ട് പഠിച്ചാൽ മതി. നമ്മള് പ്രഷർ കൂട്ടുന്നത് പോലെയാണ് ഓരോന്നിന്റെയും പ്രഷർ കൂടുക, അല്ലെ? നമ്മള് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ചത് ചെയ്യും പറഞ്ഞ് പ്രഷർ കൂട്ടുന്നതിനനുസരിച്ചാണ് ഓരോന്നിന്റെയും പ്രഷറും കൂടുക. ഓരോന്നിനും കുട്ടികൾക്കാണെങ്കിലും പേടിയും കൂടുക. നമ്മളാണ് പേടി വളർത്തിയെടുക്കുന്നത്, അല്ലെ? ഇപ്പൊ എല്ലാ കുറ്റവും പാരന്റ്സിനാണെന്ന് വിചാരിക്കേണ്ട. പാരന്റ്സ് ചെയ്യാത്തതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങളിലൂടെ പാരന്റ്സ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു നല്ല കാര്യങ്ങൾ ചിലപ്പോ കുട്ടികൾക്ക് അത് തെറ്റായിരിക്കും. അപ്പൊ നമ്മള് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും അവരെ എന്താ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ആ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കറക്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്താല് ബാക്കി കാര്യം അവര് നോക്കിക്കോളും. ചെറിയ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്താൽ മതി, ബാക്കി കാര്യം അവര് നോക്കിക്കോളും. നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് നോക്കി കൊടുത്താൽ മതി, അവര് ചെയ്യുന്നുണ്ടോ, ഓക്കെ അവർ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഈ എന്താ എല്ലാ കാര്യങ്ങളും രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിച്ചു, മറ്റേതാക്കി മറ്റേതാക്കി എന്നും പറഞ്ഞാൽ ഞാനൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്താൽ പിന്നെ അത് അവര് ചെയ്തോളും. അവർക്ക് പിന്നെ അവര് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്ന സമയത്ത് പഠിക്കാൻ കയറും, ഇന്ന സമയത്ത് കളിക്കാൻ പോകും, ഇന്ന സമയത്ത് കുളിക്കാൻ പോകും, ഇനി ഫുഡിന്റെ ടൈം ആ ഫുഡും കഴിച്ച് ഞാൻ കിടന്നുറങ്ങാം കേട്ടോ, ഓക്കെ, കഴിഞ്ഞു. എന്ത് രസമായിരിക്കും അല്ലെ? നമ്മള് കൊടുക്കുന്നത് നമുക്ക് കിട്ടും. നമ്മൾക്ക് ഒരു പെർഫെക്റ്റ് പാരന്റ് ആവാൻ പറ്റിയില്ലെങ്കിലും ഒരു ഹാപ്പി പാരന്റ് ആവാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഹാപ്പി പാരന്റ്സ് ആയിരിക്കും അല്ലെ? എല്ലാവരും ഹാപ്പി പാരന്റ്സ് ആവട്ടെ. ടൈമിന്റെ ലിമിറ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും പെർഫെക്റ്റ് പാരന്റ് ആവാൻ നോക്കുന്ന കൂട്ടത്തില് ഹാപ്പി പാരന്റ് ആവാൻ നോക്കുക. കുട്ടികൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന പാരന്റ്സിനാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം ഉണ്ടാവുക. ഓക്കെ മിസ്റ്റർ, എനിവേ താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഫാമിദ മാം. ഞാൻ ഉറക്കം തൂങ്ങിയല്ല, എൻ്റെ കണ്ണിൽ നല്ല കുരു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്ക്രീനിൽ ഇങ്ങനെ നോക്കുമ്പോ കണ്ണ് ചെറുതാവും. കുരു കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ണില് മുഖം ചീർപ്പ് കുറവുണ്ട്. അപ്പൊ അതുകൊണ്ടായിരുന്നു കേട്ടോ, അല്ലാണ്ട് ഉറക്കം തൂങ്ങിയല്ലേ. എന്തായാലും നല്ല സെഷൻ അത് ആയിരുന്നു. സാരല്ല, ഞാൻ ഫണ്ണായിട്ട് പറഞ്ഞേ ഉള്ളൂ, സോറി, സാരല്ല. ഓക്കേ, ഓക്കേ. അല്ല, ക- നല്ല അടിപൊളിയായി കുറെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും ഇത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ മക്കളെ വളർത്തുന്നവരാണ്. ആളെ നോട്ട് ചെയ്തിരുന്ന ഒരു കാര്യം പറഞ്ഞത് എപ്പോഴും കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫാദം ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ പ്രാർത്ഥനകൾ പോലും എന്താണ്, റബ്ബിർ ഹം ഹമാ കമാ റബ്ബയാനി സഗീറ. ചെറുപ്പത്തിൽ എന്റെ പാരന്റ്സ് എന്നെ ഇങ്ങനെ നോക്കി അതുപോലെ അവരെ നോക്കുക എന്നല്ല നമ്മൾ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ മക്കൾക്ക് ചെറുതായിരിക്കുന്ന സമയത്ത് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അത്രയും വാല്യുബിൾ ആണ്. അപ്പൊ അവരെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുമ്പോൾ നാളെ നമ്മൾ 10-60 വയസ്സായിട്ട് അവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മോനെ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ അല്ലെങ്കിൽ എന്റെ കാര്യം നോക്കുമോ എന്ന് പറയുമ്പോൾ നമ്മളെ മക്കൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന എപ്പോഴും നമ്മൾ ആലോചിക്കാം. ഒരിക്കലും എന്താ പറയുക, മക്കളെ എന്നെ നോക്കും എന്നുള്ള പ്രതീക്ഷയിൽ മക്കൾക്ക് അവരെ നാളെ എനിക്ക് തിരിച്ചു തരും എന്നതിൽ മക്കളെ നോക്കണം എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് പറ്റുന്ന രീതിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ആഫ്ലൈസറൊക്കെ എപ്പോഴും പറയലുണ്ട്, നമ്മളെ തെറ്റുകൊണ്ട് ഒരിക്കലും നമ്മളെ കുട്ടികൾ മോശമായി പോകരുത്. അവരവരെ കഴിവുകൊണ്ട് മോശമായിക്കോട്ടെ വലുതായിട്ട്. പക്ഷെ ചെറുതിൽ നമ്മൾ കൊടുക്കുന്ന പ്രശ്നങ്ങൾ കാരണം, വീട്ടിൽ ഇങ്ങനെ ആയത് കാരണം, വീട്ടിൽ നല്ല അന്തരീക്ഷം ഇല്ലാത്ത കാരണം, അല്ലെങ്കിൽ നമ്മൾ വാപ്പന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡിന്റെ അടുത്ത് അടി ഉണ്ടാക്കിയതിന്റെ പേരിൽ നമ്മളെ കുട്ടി വിഷമിച്ചുറങ്ങിയിട്ട് അത് കുട്ടിക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്നുള്ള രീതിക്കാണ്. ഇപ്പൊ നമ്മൾ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിലും അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ മതി. എന്നിൽ വരുന്ന തെറ്റുകൾ തിരുത്താനാണ് ഞാൻ, അവിടെ നമ്മൾ അടിപൊളിയാവാനാണ്. നമ്മളെ കുട്ടീനെ നല്ലത് വളർത്തുക എന്നുള്ളത് നമ്മൾ കുറെ അറിഞ്ഞിരിക്കണമല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ. അതിനാണ് നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിലും എന്തിനും ആ ഒരു നീയത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും
നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റേത് ഫഹന പറഞ്ഞ പോലെ അവിടെ ഒരു ഡ്രഗ് കേസ് പിടിച്ചു, അല്ലെങ്കിൽ ഇവിടെ മകന് ഉമ്മനെ തലക്കടിച്ചു കൊന്നു, അല്ലെങ്കിൽ അവിടെ മറ്റേ പാത്തുതാത്താന്റെ മോനെ പാത്തുതാത്ത എങ്ങനെ നോക്കിയതാ മോനെ ഇപ്പൊ 10 സെന്റ് സ്ഥലം കൊടുക്കാത്തതുകൊണ്ട് നോക്കൂല പറഞ്ഞിങ്ങനെ. അങ്ങനത്തെ കഥ കേൾക്കുമ്പോൾ നമ്മളെ ഉള്ളിലത്തെ ഉമ്മ ബേജാറാവാൻ തുടങ്ങും. പഠിച്ചോനെ എന്റെ കുട്ടി നാളെ നിന്നെ നോക്കാതാവോ, പഠിച്ചോനെ എനിക്ക് ഇനി ഒരു വയസ്സാം കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തരാൻ ഞാൻ ഉണ്ടാവൂലേ, അല്ലെങ്കിൽ ഇനിയിപ്പോ മക്കൾ കല്യാണം കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇനി പോന്റെ പെണ്ണുങ്ങൾ വന്ന് ഇതിനെ നോക്കാണ്ടാവും, അങ്ങനെ പേടി നമുക്ക് വരാൻ തുടങ്ങും. ആ പേടിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ക്ലാസ് കേട്ട് നമുക്ക് അറിയുന്ന രീതി നമ്മളെ കുട്ടികളെ വളർത്താൻ നോക്കുക എന്നല്ലേ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ശരികളുണ്ടായിരിക്കും. കാരണം ഈ ലോകത്ത് വന്നിട്ടില്ല ഓരോരുത്തരുടെ അടയാളം പഠിച്ചവൻ ഓരോ ഫിംഗർ പ്രിന്റ് ആക്കി വെച്ച പോലെ. അപ്പോൾ നമ്മളെ കുട്ടീനെ വളർത്തുന്നത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലാണെന്ന് ആലോചിക്കുക. ആരെങ്കിലും ഇങ്ങനെ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇത് തെറ്റുണ്ട്, ഇതൊരു ആള് പറഞ്ഞത് ശരിയാ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എടുക്കുക. അല്ലാണ്ട് ഏതെങ്കിലും ക്ലാസ്സിൽ പറയുന്ന എല്ലാ പോയിന്റും കേട്ടിട്ട് നമ്മളെ കുട്ടീൻ്റെ മേലെ ഇത് പരീക്ഷിക്കരുത്. ഇപ്പൊ ചിലര് കാണാൻ 2-ാം വയസ്സിലും 3-ാം വയസ്സിലൊക്കെ എന്റെ കുട്ടി അത്ര പഠിച്ചിട്ടുണ്ട് ഇത്ര പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ റെക്കോർഡ് ഉണ്ട് അതിൻ്റെ എന്നൊക്കെ പറയുന്നത്. അത് തെറ്റാണെന്നല്ല കേട്ടോ പറയണേ. എന്ന് കരുതി നമ്മളെ കുട്ടീനെ മേത്ത് നമ്മൾ എടുക്കണ്ടെന്നല്ലേ പറയുന്നുള്ളൂ. ഞാൻ കുറെ ക്ലാസ് എടുക്കുന്നില്ല, ഞാൻ പാരന്റും അല്ല, പക്ഷെ കോമൺ ആയി പറഞ്ഞ കാര്യങ്ങളായപ്പോൾ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞെന്ന് മാത്രം. സിമ്പിൾ ആയിട്ട് നമ്മളെ കുട്ടി നമ്മളെ തെറ്റുകൊണ്ട് മോശമാവാണ്ടിരിക്കട്ടെ, നമ്മളെ കുട്ടി എന്നല്ല ആരെ കുട്ടി കുട്ടി മോശമാവാണ്ടിരിക്കട്ടെ എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അടിപൊളിയായി തന്നെ നമ്മൾ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങും, എന്നാൽ മാത്രമേ ഇതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നാളെ കുട്ടി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ശീലം ഒന്ന് കൊണ്ടുവരാൻ നോക്കുക, അവനെ കുളിപ്പിച്ചിട്ട് കാര്യങ്ങൾ നോക്കാൻ. അല്ലെങ്കിൽ മക്കള് ചെറിയ രീതിക്ക് പാത്രമൊക്കെ അവരെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ക്ലാസ് എന്ന് കേട്ടിട്ടില്ല എല്ലാം കൂടെ നാളെ കുട്ടികളെ മേത്ത് പോയി അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ആള് പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമായതും ഞാൻ ഇവിടെ നോട്ട് ചെയ്തൊരു സാധനം അതായിരുന്നു, എന്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ. അപ്പൊ എന്റെ ഒരു ധൈര്യം അത് പറയുന്നത് എന്താണ്, എന്തൊക്കെ കുലുങ്ങി കഴിഞ്ഞാലും അവസാനം ഉമ്മ ഉണ്ട് വാപ്പയുണ്ട് കൂടെ നിൽക്കാൻ എന്ന്. അത് എത്ര വയസ്സായി കഴിഞ്ഞാലും 10-20 ആവട്ടെ 40 ആവട്ടെ എപ്പോഴും നമുക്ക് നമ്മളെ ഉമ്മനോട് ഇപ്പോൾ സേലമാമനൊക്കെ ഉണ്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായാലും ഒരു ഉമ്മ എന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഉമ്മനെ ദിവസം വിളിക്കുന്നത് നമ്മളെ സങ്കടം പറയുന്നുണ്ടാവും, നമുക്കൊരു തണലാണ്. അപ്പൊ ഒരു തണലായിട്ട് നമ്മൾ മക്കളിൽ എപ്പോഴും അവശേഷിക്കാം. മക്കള് തെറ്റൊക്കെ പറ്റും കുഴപ്പമില്ല, നമ്മളെ കുട്ടികളല്ലേ, നമ്മൾ എന്തൊക്കെയോ കാണിച്ചിട്ടാണ് ഈ ഇത്ര വയസ്സൊക്കെ എത്തിയിട്ടില്ല. അപ്പൊ അവരെ സ്വീകരിക്കുക, എപ്പോഴും അവർക്കൊരു തണലായിട്ട് ഉണ്ടാവുക. അവർ കുറെ തെറ്റുകളൊക്കെ പറ്റും, നമുക്കതിനെ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാന്നല്ലാണ്. ഇൻഷാല്ല. താങ്ക് യു. അതിന് ഫീഡ്ബാക്കിന്റെ ടൈമാണ്, നിങ്ങൾക്ക് ഓരോരുത്തരും ഫീഡ്ബാക്കോ സജഷനോ ഒക്കെ അറിയിക്കുക. ഫാമിദ മാം അടിപൊളിയായി തന്നെ സെഷൻ ലീഡ് ചെയ്തു, താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്കോ സജഷനോ ആയിട്ട് വരുന്നത്? എന്തെങ്കിലും ക്ലാസ് കേട്ട സമയത്ത് നിങ്ങൾക്ക് പറയണം തോന്നിയ കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണതോ എന്തോ ആവാട്ടോ. യൂണിറ്റ് ടോക്ക് അങ്ങനെയാണ് മുന്നോട്ട് പോകാറില്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, ക്ലാസ്സിനെ കുറിച്ചുള്ളത് പറയാം. നേരത്തെ ഫിദ മാം ആരോ ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടിരുന്നു, പക്ഷേ അപ്പൊ ഞാൻ സംസാരിക്കാനുണ്ടായിരുന്നു ഞാൻ. ഇനി അൺമ്യൂട്ട് ചെയ്യാട്ടോ. നമ്മളെ 2 പുഷ്പ മാമാരും പോയോ, കുറച്ച് സമയമൊക്കെ വീഡിയോ മോഡൽ ഉണ്ടായിരുന്നു. ഷേല മാം ഉണ്ട്, ഷേല മാം എന്തെങ്കിലും പറയാനുണ്ടോ? ആരും അൺമ്യൂട്ട് ഇരുന്നു സംസാരിച്ചോളൂ. ആ തസ്നിയ മാം സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലെങ്കിൽ ഞാന് ക്ലാസ് കയറിയപ്പോ ലേറ്റ് ആയി. ഏതായാലും കേട്ടത്രയും നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻഷാല്ല നാളെ ഞാൻ റെക്കോർഡ് കേട്ടിട്ട് വേണം ബാക്കി എല്ലാം ഇൻഷാല്ല ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളത്. ഏതായാലും താങ്ക് യു. ഇൻഷാല്ലാ. പക്ഷെ ഇത് നമ്മളെ ഗ്രോത്ത് ഓക്കെ, താങ്ക് എക്സിന്റെ യു. ഷീല മാം ആണോ? ഞാൻ ഗ്രോത്തെക്സിലുണ്ട്. അതെ. ആ ഓക്കെ. ഈ ഫാമിദ മാം ഗ്രോത്ത് എക്സ് മെമ്പർ ആണ് കേട്ടോ. ടീംമേറ്റിനാണ് എനിക്ക് ക്ലാസ് എടുത്തിട്ട്. ആണല്ലേ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് തസ്നിയ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചോളൂ. തസ്നിയ മാം അൺമ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മളെ പ്രൊഫൈലിലെ താഴെ ഒരു മൈക്കിന്റെ ചിഹ്നം ഇങ്ങനെ ഉണ്ടാവും വീഡിയോന്റെ ഒക്കെ അപ്പുറത്ത്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും റേഞ്ച് പ്രശ്നമായിരുന്നോ? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ 1-2 ആൾക്കാർ നമ്മളെ ഡിസബിലിറ്റിനെ കുറിച്ച് അറിയണമെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേണിംഗ് ഡിസബിലിറ്റി. എനിക്കൊന്ന് നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫാമിദ മാമിന്റെ നമ്പർ ഷെയർ ആക്കാം കേട്ടോ. മാം എന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യും. ഓ തസ്നി മാം അൺമ്യൂട്ട് ആകുന്നില്ല, ഒന്നും കൂടി ട്രൈ ചെയ്യാവോ? ഇവിടെ നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരുന്നു ക്ലാസ് വെച്ചത്, ആരെയും മ്യൂട്ട് ആക്കുന്ന വെച്ചിട്ടില്ല. ഒന്നും കൂടെ ട്രൈ ചെയ്യോ? വേറെ ആരോ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്.
എന്നാ പറഞ്ഞോളൂ. എന്നാ വേറെ ആരെയും നെക്സ്റ്റ് തസ്നിയ മാമിന് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവരുടെ മൈക്ക് ഓപ്പൺ അതാണ് പറ്റാത്തത്. അല്ല അത് ചെയ്യാൻ പറ്റുന്നില്ല പറയണ്ടേ ഓണാക്കാന്. എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സൂമിന്റെ അപ്ഡേറ്റ് ഇഷ്യൂ ഒന്നുമില്ലായിരിക്കാം. വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ ഫീഡ്ബാക്ക് ആയിട്ടോ സജഷൻ ആയിട്ടോ? നമ്മൾ അസീന മാം ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഷീബ മാം, ഐഷ മാം, നിസാർക്ക, ഉവൈസർ, ഫാത്തിമ മാം, ഫിദ മാം, ദൗല മാം, സ്വാലിഹ മാം, ഫിദ മാം, നാസിൽ സർ, തസ്നിയ മാം. എന്തെങ്കിലും ആഡ് ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പങ്കുവെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നല്ല വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞു. 9:50 ആയല്ലോ ഏകദേശം. എന്തെങ്കിലും ആഡ് ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? എല്ലാരും ബിസിയാണെന്ന് തോന്നുന്നു. ഓക്കെ. ഏകദേശം 40. അല്ലെങ്കിൽ ഹലോ, ഹായ്, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഫാത്തിമ മാം. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഒരു ചെറിയൊരു പരിപാടിക്കിടയിലാണ് ക്ലാസ് കേട്ടത്, അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ ലേറ്റ് ആയത്. നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഡിസബിലിറ്റി, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കെയർ ചെയ്യുന്ന പാരന്റ്സിന് കുറച്ചുകൂടി ഇത് ഒരു എഫക്റ്റീവ് ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ കാരണം ഇതിലിപ്പോ ജോയിൻ ചെയ്തവര് പൊതുവെ ബാക്കിയുള്ള, അതായത് എങ്ങനെയുള്ള കുട്ടികളെ വളർത്തുന്ന ഉമ്മമാരാണെന്ന് അറിയില്ല. പക്ഷെ എന്ത് തന്നെയായാലും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. പിന്നെ എന്താ പറയാ, പക്ഷെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിദ മാമിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ? ഇപ്പൊ ഈ ലേണിംഗ് സർട്ടിഫിക്കറ്റ് കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് എനിക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്താനുണ്ടായിരുന്നു. അതെ, കോണ്ടാക്ട് ചെയ്യാട്ടോ. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് മാം. നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു. നമ്മളെ ഫാത്തിമ മാം അല്ലേ ലക്ഷറി? ഫാത്തിമ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നമുക്ക് വല്ല വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ആഡ് ചെയ്യാനോ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനോ ആയിട്ട്? ഇല്ലാന്ന് തോന്നുന്നല്ലേ. ഓക്കെ, എന്തായാലും താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒന്നും കൂടി ശ്രദ്ധിച്ച് നന്നാക്കാൻ പറ്റുമെന്ന് തോന്നി. താങ്ക് യു മാം. തസ്നിയ മാം, താങ്ക് യു. ടൈപ്പ് ചെയ്ത് ആളെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട്. നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും പല കാര്യങ്ങളുണ്ടോ? ഇതായിരിക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എന്തായാലും അടുത്തൊരു മിനിറ്റ്, തസ്നിയ മാം, ഞാൻ എന്തായാലും ഒന്നുകൂടി അടിപൊളിയാക്കാൻ ശ്രമിക്കും. അത് ആളെ ലൈഫിൽ ഒന്നും കൂടി ഇമ്പോർട്ടന്റ് ആക്കാന്നല്ലാണ്ട് ഉദ്ദേശിച്ചു തോന്നുന്നു. ആ ടൈപ്പിലാണ് ഞാൻ കരുതി, ഞാൻ പറഞ്ഞതിലുള്ള ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്. കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് പറഞ്ഞത്. എന്തായാലും താങ്ക് യു. അങ്ങനെയാണ്. അടുത്ത യൂണിറ്റ് ടോക്കിൽ നമുക്ക് കണ്ടാം. 96ാമത് ഇൻഷാല്ലാ. ഇത് കുറെ പുതിയ പേരുകളുണ്ട്. ശനിയാഴ്ച നടക്കുന്ന ഒരു ഫ്രീ ക്ലാസ് ആണ് കേട്ടോ. 8:30 ലൈവ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ റെക്കോർഡിങ്സ് യൂട്യൂബിൽ അവൈലബിൾ ആവുകയും ചെയ്യും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇൻഷാല്ലാ ലീവ് ചെയ്തു. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക് യു വെരി മച്ച്.